ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ നോവൽ സ്നേഹം വിളഞ്ഞ വയലേലകൾ. അധ്യായം 1. പത്രാധിപ സമിതി ഏൽപ്പിച്ച പുതിയ ദൗത്യം ഹരിഹരന് വളരെ ഇഷ്ടമായി. രാവിലെ പത്രാധിപർ ജയചന്ദ്രൻ നായർ വിളിച്ച് പറയുകയായിരുന്നു, ഹരി, തനിക്ക് ഒന്നാന്തരം ഒരു ചാൻസ് വന്നിരിക്കുന്നു. എന്താ സാർ? നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ജയിലുകളിൽ 6 പേർ തൂക്കുമരം കാത്തു കഴിയുന്നുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ. അതിൽ സെഷൻസ് കോടതി ജഡ്ജി ശിക്ഷിച്ചിട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോയതു മുതൽ പ്രസിഡന്റ് ദയാഹർജി തള്ളിയതുവരെയുള്ള കേസുകളുണ്ട്. അവരുടെ പേരും വിലാസവും എന്തിനവരെ ശിക്ഷിച്ചുവെന്നതിൻ്റെ കേസ് റിപ്പോർട്ടുകളും മറ്റും അടങ്ങിയ ഫയൽ ഇതാ. പത്രങ്ങളുടെയും മാസികകളുടെയും കട്ടിങ്ങുകൾ അടങ്ങിയ ഒരു ഫയൽ ജയചന്ദ്രൻ നായർ ഹരിഹരനെ ഏൽപ്പിച്ചു. താനീ 6 പേരെയും നേരിൽ കണ്ട് ഇൻ്റർവ്യൂ നടത്തി ഒരു ലേഖന പരമ്പര തയ്യാറാക്കണം. ചെയ്യാം സാർ. ഹരിഹരൻ ഉത്സാഹത്തോടെ ഒന്നിളകിയിരുന്നു. ചുമ്മാ ചെയ്താൽ പോരാ. ഒരു കൊലപ്പുള്ളിയെ കണ്ട് അയാൾ ചെയ്ത കുറ്റമെന്ത്, അതെങ്ങനെ നടന്നു, എന്തൊക്കെ തെളിവുകളുണ്ടായിരുന്നു, ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അടുത്ത പരിപാടി എന്ത് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് പകർത്തി വയ്ക്കാനാണെങ്കിൽ ഇവിടുത്തെ പ്രൂഫ് റീഡറെ അങ്ങോട്ടയച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പേപ്പർ കട്ടിങ്ങുകളിൽ നിന്ന് പകർത്തിയാലും മതി. അതല്ല നമുക്ക് വേണ്ടത്. ഹരിഹരൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി തലയാട്ടി. ജയചന്ദ്രൻ നായർ തുടർന്നു, ഓരോ പ്രതിയുടെയും വൈകാരിക പ്രശ്നങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കണം. അവരുടെ സ്വകാര്യ വേദനകൾ മനസ്സിലാക്കണം. അവരുടെ കുടുംബാംഗങ്ങളെ ചെന്ന് കണ്ട് ആ കുടുംബാംഗങ്ങളുടെ മുൻകാലത്തെ സ്ഥിതിയും കൊലപാതകവും കേസും ശിക്ഷയും കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥിതിയും ചോദിച്ചു മനസ്സിലാക്കണം. അവരുടെ പ്രശ്നങ്ങളും വേദനകളും അവർക്ക് സഹിക്കേണ്ടി വന്ന നിന്ദയും അപമാനവും ഭാവിയിൽ ആ കുടുംബങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന വൈഷമ്യങ്ങളുമെല്ലാം പഠിച്ചു വേണം എഴുതാൻ. സാർ പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നു. ഗുഡ്. തനിക്കൊരു ഫോട്ടോഗ്രാഫറെ കൂടി തന്നേക്കാം. വേണ്ട സാർ, അതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേയുള്ളൂ. അതാണ് എനിക്കിഷ്ടവും. തൻ്റെ പ്രധാനപ്പെട്ട ഹോബി അതാണല്ലോ, ക്യാമറ കൊണ്ടുള്ള കളി. ഞാൻ എന്നാണ് പോകേണ്ടത്? ഇന്ന് തന്നെ ആയിക്കോട്ടെ. വീട്ടിൽ പോയി പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തിരിക്കുക, അല്ലെങ്കിൽ നാളെ. ശരി സാർ. തനിക്ക് വേറെയും ചില സ്കോപ്പുകൾ ഇതിലുണ്ട്. ഏതായാലും ജയിലുകൾ സന്ദർശിക്കണം. അധികൃതരെ കണ്ട് സംസാരിക്കണം. അപ്പോൾ ജയിലുദ്യോഗസ്ഥരെ സംബന്ധിച്ചും തടവു ചാടിയവരെക്കുറിച്ചും കുറ്റവാളിക്ക് കിട്ടുന്ന പരമാവധി ജീവിത സൗകര്യത്തെക്കുറിച്ചുമൊക്കെ ഓരോ ഫീച്ചർ കൂടി തട്ടിക്കോ. കുറിച്ചു വച്ചാൽ പിന്നീട് തനിക്കത് പ്രയോജനപ്പെടും. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ സകല സാധ്യതകളും ഊറ്റിപ്പിഴിഞ്ഞിരിക്കണം. സാറിനറിയാമല്ലോ, ഇതേ ചിന്താഗതിക്കാരനാണ് ഞാനും. അതുകൊണ്ടാണ് തന്നെ ഞാൻ ഈ ജോലിക്ക് നിയോഗിക്കാമെന്ന് തീരുമാനിച്ചതും. മിടുക്കന്മാർ വേറെയും ഇല്ലാഞ്ഞിട്ടല്ല. താങ്ക് യു സർ. ഹരിഹരൻ ഫയലുമായി എഴുന്നേറ്റു. എത്ര ദിവസത്തെ സാവകാശമുണ്ട് സാർ? തനിക്ക് ആവശ്യമുള്ളിടത്തോളം. ഹരിഹരൻ മുറിവിട്ടിറങ്ങി. സഹപ്രവർത്തകരെയൊക്കെ കണ്ട് താൻ കുറേ ദിവസത്തേക്ക് ഓഫീസിലുണ്ടാവുകയില്ലെന്നറിയിച്ചു. പുതിയ ദൗത്യത്തെക്കുറിച്ചും പറഞ്ഞു. അതിനുശേഷം തൻ്റെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. നഗരത്തിൽ നിന്ന് കുറച്ചകലെയാണ് ഹരിഹരൻ്റെ വീട്. പണ്ട് അതൊരു ഗ്രാമമായിരുന്നു. ഇപ്പോൾ ഗ്രാമത്തിൻ്റെ കന്യകാത്വം നഷ്ടപ്പെട്ടു. പട്ടണത്തിൻ്റെ പ്രൗഢി കൈവന്നതുമില്ല. എങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ സ്മൃതികളെ ഉണർത്തുന്ന സ്ഥലം. ഹരിഹരൻ്റെ കുടുംബക്കാർ പണ്ടേ തന്നെ ധനാഢ്യരാണ്. തെക്കുംകോയിക്കൽ വർമ്മമാരെ പറഞ്ഞാൽ നാട് മുഴുവൻ അറിയും. രാജവാഴ്ചക്കാലം മുതൽ തുടരുന്ന പ്രശസ്തിയാണത്. പണത്തിനും പ്രശസ്തിക്കും തെക്കുംകോയിൽക്കാർക്ക് ഒരു നാളും കുറവ് വന്നിട്ടില്ല. വിശാലമായ വളപ്പിനുള്ളിൽ ചിത്രത്തൂണുകളും കൊത്തുപണികളും ധാരാളമുള്ള ദാരുമന്ദിരം. 2ാമത്തെ നിലയിലെ ജനാലകളെല്ലാം ബഹുവർണ്ണ കണ്ണാടികൾ. ഹരിഹരനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ജോലിക്കും പോകേണ്ട കാര്യമില്ല. ഉള്ള വസ്തുവകകൾ നോക്കി നടത്താൻ ആളില്ല താനും. ഹരിഹരന് പത്രം ഓഫീസിൽ കിട്ടുന്നതിനേക്കാൾ ശമ്പളം തെക്കുംകോയിൽക്കാരുടെ ചില ശമ്പളക്കാർ കൈപ്പറ്റുന്നുണ്ട്. ഹരിഹരൻ ജോലിക്ക് പോകുന്നത് തെക്കുംകോയിൽക്കൽ ആർക്കും ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, അതിലവർക്ക് കുറച്ചിലും തോന്നിയിരുന്നു. പക്ഷേ ഹരിഹരന് പത്രപ്രവർത്തനത്തിലാണ് താൽപ്പര്യം. ആര് തടഞ്ഞാലും നിൽക്കാത്ത ഇച്ഛയാണത്. ഹരിഹരന് വീട്ടിൽ മാതാപിതാക്കളെ കൂടാതെ ഒരമ്മാവനും ഒരു ചേച്ചിയും 2 അനുജന്മാരുമാണുള്ളത്. ചേച്ചി വിലാസിനി വിധവയാണ്. 4 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞും അവർക്കുണ്ട്. രാജവാഴ്ചക്കാലത്തും പിന്നീടങ്ങോട്ടും ഒരു വ്യാഴവട്ടക്കാലത്തേക്കും തമ്പുരാൻ, തമ്പുരാട്ടി എന്നിങ്ങനെ പൊതുജനത്തിന് ബഹുമാനിച്ചു വിളിക്കാൻ ഒരു വാലുണ്ടായിരുന്നത് എവിടെയോ നഷ്ടമായി. ഹരിഹരൻ പൂമുഖത്തേക്ക് കടന്നതും കല്യാണിക്കുട്ടി അങ്കിൾ എന്ന് കൊഞ്ചി വിളിച്ചുകൊണ്ട് ഓടിയെത്തി. അങ്കിൾ ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയി.
എന്നിട്ടാണോ തിരിച്ചു പോന്നേ? അങ്കിളിൻ്റെ പണി തീർത്ത് തിരിച്ചു പോന്നു. കല്യാണിക്കുട്ടിയെ കോരിയെടുത്തുകൊണ്ട് അയാൾ അകത്തേക്ക് നടന്നു. അമ്മയും വിലാസിനി ചേച്ചിയും സ്വീകരണതലത്തിൽ സംസാരിച്ചിരിക്കുകയാണ്. എന്താ അമ്മയും മകളും കൂടി ഒരു ഗൂഢാലോചന? അയാൾ ചിരിച്ചു. നിന്നെ എവിടെയെങ്കിലും ഒന്ന് തളയ്ക്കുന്നതിനെക്കുറിച്ചാ, അമ്മ ഗൗരവത്തിൽ പറഞ്ഞു. നീയെന്താ കുട്ട നേരത്തെ പോന്നത്? വിലാസിനി ചോദിച്ചു. എന്നെ അവർ ഒന്നാന്തരമൊരു ഫീൽഡ് വർക്കിന് നിയോഗിച്ചിരിക്കുക. ഫീൽഡ് വർക്കോ? എന്താ അത്? നടന്ന് പത്രത്തിൻ്റെ പ്രചാരം കൂട്ടുന്ന പണിയാണോ? അല്ല, ഒരു ലേഖന പരമ്പര തയ്യാറാക്കണം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 6 കുറ്റവാളികളുണ്ട്. അവരെക്കുറിച്ച്. അവരെയൊക്കെ ജയിലിൽ ചെന്ന് കാണണ്ടേ? വേണം. നാളെ പുറപ്പെടുകയാണ്. ഇന്ന് വിശ്രമം. എന്താ ഉണ്ണി ഇത്? തെക്കുംകോയിക്കിലെ തമ്പുരാക്കന്മാർക്ക് കണ്ട് ജയിലിൽ നിന്നിറങ്ങി കൊലപ്പുള്ളികളുടെ ചരിത്രം എഴുതിയാലേ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? അമ്മയ്ക്കിതൊന്നും ഒരിക്കലും മനസ്സിലാവുകയില്ല. അമ്മ 1.5 നൂറ്റാണ്ട് മുൻപേ ജനിക്കേണ്ടതായിരുന്നു. രാജാവ് പോയി, രാജവംശങ്ങളും പോയി. തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും റേഷൻ കടയുടെയും മാവേലി സ്റ്റോറിൻ്റെയും മുൻപിൽ സഞ്ചിയും തൂക്കി ക്യൂ നിൽക്കുന്നു. എത്രയായാലും കാലം പോയത് അമ്മയ്ക്ക് ബോധ്യമാവൂല. നിന്നെ കണ്ടമാനം പഠിപ്പിച്ചു. അതിൻ്റെ ശിക്ഷയാ ധിക്കാരം പറച്ചിലും തോന്നിവാസവും. ഒറ്റ കാളയായിട്ട് നിന്നെ ഇങ്ങനെ അധികകാലം അഴിച്ചു വിടുകയല്ല. പിടിച്ചു കെട്ടും. നോക്കിക്കോ. വിലാസിനി അനുജനെ കണ്ണിറുക്കി കാണിച്ചു. ഹരിഹരൻ പുഞ്ചിരിയോടെ മുകളിലത്തെ നിലയിലേക്ക് കയറിപ്പോയി. ആയ്, അവൻ എന്തൊക്കെയാ കുട്ടി പറയുന്നത്? തമ്പുരാക്കന്മാര് റേഷനരി വാങ്ങി കഞ്ഞി കുടിക്കുന്നത്രേ. എവിടെയാത്? ഒരിടത്തും അങ്ങനൊരു ഗതികേട് വരില്ല. തെക്കും കോയിൽക്കാർക്ക് ഒരിക്കലും വരില്ല. ഇവിടെ അധികാരമല്ലേ ഇല്ലാണ്ടായുള്ളൂ. പണത്തിനും കീർത്തിക്കും എന്താ ഒരു കുറവ്? പറഞ്ഞിട്ടെന്താ ഫലം? ആനയ്ക്കതിൻ്റെ ബലം നിശ്ചയില്ലാന്ന് കേട്ടിട്ടില്ലേ? ഹരിക്ക് അവൻ്റെ നിലയും വിലയും അറിഞ്ഞുകൂടാ. പറഞ്ഞുകൊടുത്താലും മനസ്സിലാവില്ല. തല തിരിഞ്ഞുപോയി. സേതുലക്ഷ്മി മൂക്കത്ത് വിരൽ വെച്ചു. ഹരിക്കുട്ടൻ അറിയാം അമ്മേ. പക്ഷെ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ? അതാ അവൻ ചെയ്യണത്. വിലാസിനി സാന്ത്വനപ്പെടുത്തി. മുകളിൽ ഹരിഹരൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. അത്യാവശ്യം സാധന സാമഗ്രികളെല്ലാം സൂട്ട്കേസിൽ വെച്ചു. വിവിധ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. രാത്രിയിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഹരിഹരൻ്റെ യാത്രാവൃത്താന്തം ചർച്ച ചെയ്യപ്പെട്ടു. ഹരിഹരൻ്റെ അച്ഛൻ ആദിത്യവർമ്മ അനിഷ്ടത്തോടുകൂടിയാണ് ഇതേക്കുറിച്ച് സംസാരിച്ചത്. അമ്മാവൻ ഉടനടി ഇടപെട്ടു. കാലം മാറിയില്ലേ ആദിത്യ? പണ്ട് നമുക്ക് പണം മാത്രമല്ല അധികാരവും കീർത്തിയും ഉണ്ടായിരുന്നു. ഇന്ന് പണം മാത്രമേയുള്ളൂ. അധികാരം പാർട്ടികൾ പങ്കിട്ടെടുത്തു. കീർത്തി സമ്പാദിക്കണമെങ്കിൽ ഒന്നുകിൽ അധികാരം വേണം, അല്ലെങ്കിൽ കലയിലോ കായിക രംഗത്തോ ശരിക്ക് ശോഭിക്കണം. ഹരിക്കുട്ടൻ അതല്ലേ ചെയ്യുന്നത്? അവൻ ബുദ്ധിയുള്ളവനാ. അവൻ്റെ ലേഖനങ്ങൾ പത്രത്തിൽ അച്ചടിക്കുന്നു. പേരും പെരുമയും ഉണ്ടാക്കുന്നു. കഴിവുള്ളവന് അവാർഡുകൾ വാങ്ങാം. സാഹിത്യ കമ്മിറ്റികളിലും അക്കാദമികളിലും ഭാരവാഹിയാകാം. കാലക്രമേണ വലിയൊരു പത്രമുടമയും പത്രാധിപരുമൊക്കെയായി ഉയരാം. ഹരിക്കുട്ടന് കിട്ടുന്ന കീർത്തി തെക്കും കോയിക്കലിന് മൊത്തത്തിലുള്ളതല്ലേ? ആരും പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല. കടുത്ത യാഥാസ്ഥിതികനാണെങ്കിലും പല സന്നിഗ്ധ ഘട്ടങ്ങളിലും അമ്മാവനാണ് ഹരിഹരനൊരഭയം. പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ പുറപ്പെട്ടു. തലസ്ഥാനത്തെ സെൻട്രൽ ജയിൽ തന്നെ ആദ്യം സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ജയിലിലെത്തി ജയിൽ സൂപ്രണ്ടിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. ജയചന്ദ്രൻ നായർ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. സൂപ്രണ്ട് പറഞ്ഞു, മുകുന്ദൻ എന്നൊരാളെയാണ് കാണേണ്ടത്. ഏതോ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നയാൾ. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സൗകര്യം ചെയ്യുന്നതിൽ സന്തോഷമേയുള്ളൂ. സൂപ്രണ്ട് ഉടൻ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. ആദ്യമൊന്നും മുകുന്ദൻ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചില്ല. പത്രക്കാരാണെങ്കിൽ ഒട്ടും സാധ്യമല്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. അയാളെ സെല്ലിന് പുറത്തേക്ക് കൊണ്ടുവരാൻ അല്പം ഭീഷണിയും പ്രലോഭനവുമൊക്കെ വേണ്ടിവന്നു. കൈവിലങ്ങുകളോടെ പ്രതിയെ മുൻപിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹരിഹരൻ അല്പം പിന്നോട്ട് മാറി നിന്നു. പ്രതി അയാളുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. ഹരിഹരനും അയാളെ ആപാതചൂടം നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം. നേർത്ത പരിചയമല്ല, അതിപരിചയം തന്നെയുണ്ട്. ആര്? കൊലപ്പുള്ളിയുടെ മുഖം പല വേഷങ്ങളിൽ ഹരിഹരൻ്റെ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഒടുവിൽ അയാൾക്ക് ഓർമ്മ വന്നു. മുകുന്ദൻ മാസ്റ്റർ. അയാൾ അവിശ്വസനീയതയോടെ മന്ത്രിച്ചു. മുകുന്ദൻ മാസ്റ്റർ അല്ലേ? മുൻപിൽ നിന്ന മധ്യവയസ്കൻ അല്പം ഒന്ന് പരിങ്ങി. ഹരിഹരനെ തന്നെ നോക്കിക്കൊണ്ട് അയാൾ പിറുപിറുത്തു. അതെ, ഞാൻ തന്നെ. നിങ്ങളാരാ? എന്നെ അറിയില്ലേ? ഞാൻ ഹരിഹരൻ, തെക്കും കോയിക്കിലെ. മാസ്റ്ററുടെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ ചെറുതായി. നിരാശയും ഭീതിയും നിറഞ്ഞു നിന്ന ആ മെലിഞ്ഞൊട്ടിയ മുഖത്ത് മെല്ലെ ആശ്ചര്യം പടർന്നു. ഹരിക്കുട്ടനല്ലേ? അതെ.
കൈവിലങ്ങുകളോടെ കൈകളൊന്നു വിറച്ചുവെന്ന് തോന്നി. എത്ര കാലമായി കണ്ടിട്ട്. ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്നാലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. ആളങ്ങ് മാറി. ഒത്ത ഒരാണായി. ഹരിഹരൻ പുഞ്ചിരിച്ചു. പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെയും മുഖം മങ്ങി. ഏതാനും നിമിഷത്തേക്ക് ഭൂതകാലത്തിൻ്റെ കല്ലുതുക്കുകളിൽ വെച്ച് ആഹ്ലാദം കൈമാറുകയായിരുന്നു രണ്ടുപേരും. അവരപ്പോൾ സ്വതന്ത്രരുമായിരുന്നു. വർത്തമാനകാലത്തേക്ക് തിരിച്ചു വന്നതോടെ രണ്ടുപേരും മൂകരായി. ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥ. എന്നാൽ ചോദിക്കാനും പറയാനും ധാരാളമുണ്ട് താനും. ഹരിഹരൻ വീർപ്പുമുട്ടി. ഒരിക്കൽ തൻ്റെ ആരാധ്യ പുരുഷനായിരുന്നു. തന്നിലെ കഴിവുകൾ കണ്ടെത്തി തന്നെ പ്രോത്സാഹിപ്പിച്ച, അക്രമരാഹിത്യത്തിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്ന, തനി ഗാന്ധിയനായ, ഒരെറുമ്പിനെ കൊല്ലാൻ പോലും കരളുറപ്പില്ലാതിരുന്ന മുകുന്ദൻ മാസ്റ്റർ ഇന്ന് കൊലപ്പുള്ളിയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായി കൈവിലങ്ങുകളോടെ മുൻപിൽ നിൽക്കുന്നു. വേദനയോടെ ഹരിഹരൻ മാസ്റ്ററുടെ കണ്ണുകളിലേക്ക് നോക്കി. അതേ ഭാവങ്ങൾ തന്നെ തെളിയുന്ന നോട്ടം തിരിച്ചും. ഹരിക്കുട്ടൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റായി അല്ലേ? മുകുന്ദൻ മാസ്റ്ററുടെ പതിഞ്ഞ സ്വരം. ഹരിഹരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പത്രക്കാരാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം സമ്മതിച്ചില്ല. ഹരിക്കുട്ടനാണെന്ന് കരുതിയില്ലല്ലോ. ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? ഒരു പത്രപ്രവർത്തകനെന്ന നിലയിൽ മാസ്റ്ററോട് എനിക്കൊന്നും ചോദിക്കാനില്ല. മാസ്റ്ററുടെ ശിഷ്യൻ എന്ന നിലയിൽ സ്വകാര്യമായ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. മാസ്റ്റർ എങ്ങനെ ഇവിടെ എത്തി? മുകുന്ദൻ മാസ്റ്റർ ദീർഘമായി നിശ്വസിച്ചു. വിസ്തരിച്ച് പറയാനാണെങ്കിൽ വളരെയുണ്ട്. പക്ഷേ അതിന് ശക്തി ഇന്നെനിക്കില്ല ഹരിക്കുട്ട. ഞാൻ പകുതി മരിച്ചു കഴിഞ്ഞു. ഞാൻ ഒരാളെ കൊന്നു 5 വർഷം മുൻപ്. അന്നു മുതൽ ഞാൻ ജയിലിലാണ്. കേസ്, വാദം, ശിക്ഷാവിധി, അപ്പീൽ, കേസ്, വാദം, ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ കൊന്നതാണ്. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. കള്ളം പറയരുതെന്ന് പഠിപ്പിക്കാനാണ് ഞാൻ ജീവിച്ചത് തന്നെ. കോടതികളിലും ഞാൻ സത്യം തന്നെ പറഞ്ഞു. സത്യത്തിന് പിന്നിൽ ന്യായമുണ്ടായിരുന്നു. പക്ഷേ അതാരും കണ്ടില്ല, കേട്ടില്ല. ഒടുവിൽ ഞാനിവിടെ എത്തി നിൽക്കുകയാണ്. ഇനി ഡെത്ത് വാറന്റ് കിട്ടുകയേ വേണ്ടൂ. ഹരിഹരന് കൂടുതലൊന്നും ചോദിക്കുവാൻ കഴിഞ്ഞില്ല. മാസ്റ്ററെ വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് നയിച്ച് വേദനിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചില്ല. മാസ്റ്റർ അപ്പീൽ പോയില്ലേ? പോയി. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി. രക്ഷ കിട്ടിയില്ല. പ്രസിഡന്റിന് ദയാഹർജി? ഇല്ല. സൗജന്യമോ ഔദാര്യമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കൊന്നു എന്ന സത്യത്തിന് പിന്നിലുള്ള ന്യായം കണ്ടറിയാൻ കോടതികൾക്ക് കഴിഞ്ഞില്ല. രാജ്യത്തെ പരമോന്നത കോടതി പോലും എൻ്റെ ശിക്ഷ ശരിവെച്ചു. ഞാനത് അംഗീകരിക്കുന്നു. ശിക്ഷ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായി കഴിഞ്ഞു. എന്നാലും ഒന്ന് ശ്രമിക്കാമായിരുന്നു. നമ്മുടെ രാജ്യത്തെ കോടതികളിൽ ഹാജരാക്കപ്പെടുന്ന തെളിവുകൾ അനുസരിച്ചല്ലേ ശിക്ഷാവിധി ഉണ്ടാകുന്നത്. അവിടെ മനസാക്ഷിക്ക് സ്ഥാനമില്ലല്ലോ. അതേസമയം പ്രസിഡന്റിൻ്റേത് മനസാക്ഷി കോടതിയാണ്. സത്യത്തിന് പിന്നിലെ ന്യായം കണ്ടെത്താൻ മനസാക്ഷിക്കേ കഴിയൂ. എനിക്ക് ആഗ്രഹമില്ല ഹരി. ഇനി എനിക്ക് ജീവിക്കണ്ട. 5 വർഷം ഞാൻ എൻ്റെ ജീവനു വേണ്ടി പൊരുതി. ഇപ്പോൾ എൻ്റെ കുടുംബം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. എന്നെ ആർക്കും വേണ്ടാതായി. ഇനി ഞാൻ തിരിച്ചു ചെന്നാലും നഷ്ടപ്പെട്ടതൊന്നും വീണ്ടെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. മാസ്റ്റർ എന്തിനത് ചെയ്തു? എന്തിന്? ഹരിഹരൻ വിഷമത്തോടെ ചോദിച്ചു. എൻ്റെ മകളുടെ മാനം കാക്കാൻ, കുടുംബത്തിൻ്റെ മാനം കാക്കാൻ എനിക്കതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി. അനുവദിക്കപ്പെട്ട സമയം തീർന്നു. മുകുന്ദൻ മാസ്റ്ററെ വാർഡർമാർ കണ്ടംപ്റ്റ് സെല്ലിലേക്ക് നടത്തിക്കൊണ്ടുപോയി. മറയും മുൻപ് മാസ്റ്റർ തലതിരിച്ച് ഹരിഹരനെ നോക്കി. പോകട്ടെ എന്ന് കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ചു. മാസ്റ്ററുടെ ദുരന്തം ഹരിഹരൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. അദ്ദേഹത്തിൻ്റെ വീടൊന്ന് സന്ദർശിക്കാം. കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിക്കാം. പത്രത്തിലെഴുതാനുള്ള വിവരങ്ങൾക്ക് വേണ്ടിയല്ല, എങ്ങനെയാണ് ഈ ദുരന്തം സംഭവിച്ചതെന്നറിയാനുള്ള സ്വകാര്യമായ വെമ്പൽ കൊണ്ട് മാത്രം. മാസ്റ്റർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുകൂടി ബാക്കിയുണ്ടല്ലോ. പ്രസിഡന്റിന് സമർപ്പിക്കാൻ കഴിയുന്ന ദയാഹർജി. നാളെ മാസ്റ്ററെ ഒന്നുകൂടി കാണണം. വീടിൻ്റെ അഡ്രസ് വാങ്ങണം. ദയാഹർജി നൽകുന്നതിന് ഒരിക്കൽ കൂടി പ്രേരിപ്പിക്കണം. അധ്യായം 2. പിറ്റേന്ന് ഹരിഹരൻ ജയിലിലെത്തി. അധികൃതരെ കണ്ട് മുകുന്ദൻ മാസ്റ്ററെ ഒരിക്കൽ കൂടി കാണാൻ അനുമതി ചോദിച്ചു. തെല്ല് നീരസത്തോടെയാണെങ്കിലും അത് അനുവദിക്കപ്പെട്ടു. മുകുന്ദൻ മാസ്റ്ററുടെ മുഖത്ത് നിർവികാരതയായിരുന്നു. നീ എന്തിന് വീണ്ടും വന്നു? എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എനിക്ക് മാസ്റ്ററുടെ വീടിൻ്റെ വിലാസമൊന്നു വേണം. മാസ്റ്റർ അല്പനിമിഷം ആലോചിച്ചു നിന്നു. എനിക്കൊരു വീടും കുടുംബവുമില്ല ഹരി. മാസ്റ്ററുടെ ഭാര്യ, മക്കൾ, അതൊന്നും എൻ്റേതല്ലാതായി കഴിഞ്ഞു. ഹരിഹരൻ സംശയത്തോടെ മാസ്റ്ററെ നോക്കി. എന്തായാലും എനിക്കവിടെ പോകണം. മുകുന്ദൻ മാസ്റ്റർ ഏതോ ഓർമ്മയിൽ മുഴുകി. പോകുമെന്ന് തീരുമാനിച്ചു അല്ലേ? ഉവ്.
അഡ്രസ്സ് ഞാൻ തരാം. എനിക്കൊരു സഹായം ചെയ്യുമോ? മാസ്റ്റർ പറഞ്ഞോളൂ. എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം, നന്ദിനിയെ. അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടു വരുമോ? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഗുരുദക്ഷിണയായി ചോദിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. എൻ്റെ ഒടുവിലത്തെ ഒരാഗ്രഹം. എൻ്റെ കൂടെ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ടു വരുന്നതിൽ സന്തോഷമേയുള്ളൂ. മുകുന്ദൻ മാസ്റ്റർ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഇന്ന് തന്നെ പൊയ്ക്കോളൂ. ടൗണിൽ വല്ല ലോഡ്ജിലും താമസിക്കണം. എന്നിട്ട് നാളെ രാവിലെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരണം. നാളെ തന്നെ കൊണ്ടുചെന്ന് വിടുകയും വേണം. ഹരിഹരൻ സമ്മതിച്ചു. അന്ന് തന്നെ അയാൾ യാത്രയായി. മുകുന്ദൻ മാസ്റ്ററുടെ ഗ്രാമത്തിനടുത്തുള്ള ടൗണിൽ അന്ന് രാത്രി തങ്ങി. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ചെറിയ കുന്നുകളും താഴ്വരകളും ഇടുങ്ങിയ പാടങ്ങളും ഇടകലർന്ന ഇടതിങ്ങിയ ഗ്രാമം. പലരോടും ചോദിച്ചും കേട്ടും വഴി മനസ്സിലാക്കിയാണ് നീങ്ങിയത്. തോട് മുറിച്ചു കടന്ന് പാടവരമ്പുകളെ പിന്തള്ളി ഇടവഴികൾ കയറിയിറങ്ങി ഒടുവിൽ അയൽക്കാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഒരു ചെറിയ വീടിൻ്റെ മുറ്റത്തെത്തി. മണ്ണിൽ പതിഞ്ഞു വീണതുപോലെ ഒരു പഴഞ്ചൻ വീട്. അറയും നിരയുമെല്ലാമാണ്. മുറ്റത്ത് കയറിയപ്പോഴേ അകത്ത് വലിയ ബഹളം കേട്ടു. ആരെയോ അടിക്കുന്ന ശബ്ദം, ഒപ്പം അമർത്തിയ നിലവിളി, ഉച്ചത്തിലുള്ള ചീത്ത പറച്ചിൽ. ആരോ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടെന്ന വണ്ണം ഒരു പെൺകുട്ടി നല്ല വേഗത്തിൽ വേച്ചുവേച്ചു വന്ന് തിണ്ണവക്കിൽ കാലിടറി മുറ്റത്തേക്ക് വീണു. ഹരിഹരൻ്റെ കാൽ ചുവട്ടിൽ. അയാളാകെ പരിഭ്രമിച്ചു പോയിരുന്നു. പെട്ടെന്ന് കുനിഞ്ഞ് അയാൾ അവളുടെ തോളിൽ പിടിച്ച് മേൽപോട്ടുയർത്തി. മുഖത്തേക്ക് ചിതറി വീണ മുടിയിഴകൾക്കിടയിലൂടെ ഒരു നിമിഷം അവൾ അയാളെ പകച്ചു നോക്കി. അല്പം പിന്നോക്കം മാറിയിട്ട് അവൾ മുടി വശത്തേക്ക് മാടിയിട്ടു. ഇപ്പോൾ മുഖം വ്യക്തമായി. വീഴ്ചയിൽ നിലത്തടിച്ച് ചോര പൊടിഞ്ഞ മുഖം, കണ്ണുനീരിൽ കുതിർന്ന മുഖം, അടിയേറ്റ് കലങ്ങിയ മുഖം. മധ്യവയസ്കനായ ഒരാൾ അവളെ ചീത്ത വിളിച്ചുകൊണ്ട് അകത്തുനിന്നും ചാടിയിറങ്ങി വന്നു. യുവതിയെ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നയാൾ പെട്ടെന്ന് മുറ്റത്തൊരു അപരിചിതനെ കണ്ട് നിന്നു. താൻ ആരാ? പരുഷമായ ചോദ്യം. എൻ്റെ പേര് ഹരിഹരൻ. ഞാൻ ജയിലിൽ നിന്ന് വരികയാ. ഓ, അവനെ തൂക്കിക്കൊല്ലാൻ തീയതി നിശ്ചയിച്ചു കാണും. അതറിയിക്കാൻ വന്നതാണോ? അല്ല. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളാരാ? മറ്റേയാൾ ഒന്ന് പരുങ്ങി. നിങ്ങൾ മുകുന്ദൻ മാസ്റ്ററുടെ ആരാണ്? വകയിലൊരു ബന്ധുവാ. പറഞ്ഞതും അയാൾ അകത്തേക്ക് നടന്നതും ഒപ്പമായിരുന്നു. വീട്ടിനുള്ളിൽ നിന്ന് പിറുപിറുപ്പ് കേട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ വേഷം മാറി ഇറങ്ങി വന്നു. ഞാൻ പുറത്തോട്ടൊന്ന് പോവുകയാ. വല്ലതും ചോദിക്കാനും പറയാനുമുണ്ടെങ്കിൽ ആയിക്കോ. പിന്നെ ഇത് ആണുങ്ങളില്ലാത്ത വീടാണെന്ന ഓർമ്മ വേണം. ഹരിഹരൻ തലയാട്ടി. മറ്റേയാൾ ഇറങ്ങിപ്പോയി. യുവതി ധാവണി തുമ്പുകൊണ്ട് അടിയേറ്റ മുഖവും നനഞ്ഞ കണ്ണുകളും തുടച്ച് മുടി മാടി ഒതുക്കി ഒന്നും സംഭവിച്ചില്ലെന്ന് ഭാവിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ വേഗം ആ ഭീകരാവസ്ഥയിൽ നിന്ന് അവൾ മോചനം നേടി. പക്വമതിയായ ഒരു സ്ത്രീയായി. ഉപചാരപൂർവം അവൾ ചോദിച്ചു, സാർ എവിടെന്നാ? പറഞ്ഞല്ലോ, ജയിലിൽ നിന്ന് വരികയാ. കയറിയിരിക്കുക. അവൾ തിണ്ണയിൽ കയറി ധാവണി തുമ്പുകൊണ്ട് സ്റ്റൂൾ തുടച്ച് നീക്കിയിട്ട് കൊടുത്തു. ഹരിഹരൻ കയറിയിരുന്നു. എന്താ വന്നത്? ആരെയെങ്കിലും കാണാനാണോ? വല്ലതും അറിയിക്കാനാണോ? അതെ. കുട്ടിയുടെ പേരെന്താ? നന്ദിനി. മുകുന്ദൻ മാസ്റ്ററുടെ മകളാ? അതെ. മൂത്ത മകൾ? അതെ. ഇപ്പോഴിറങ്ങിപ്പോയ ആളോ? ചെറിയമ്മയുടെ ഒരകന്ന ബന്ധുവാ. അയാൾ എന്തിനാ നന്ദിനിയെ അടിച്ചത്? നന്ദിനി മുഖം കുനിച്ചു. ചോദിച്ചതിന് ഉത്തരം പറയൂ. എനിക്കറിഞ്ഞുകൂടാ. വെറുതെ ഒരാൾ അടിക്കുമോ? അതിന് അവകാശമുണ്ടത്രേ. എന്തവകാശം? അയാളുടെ വീടാ ഇത്. അയാളുടെ ചോറ ഞാൻ ഉണ്ണുന്നത്. നന്ദിനിയുടെ കണ്ണിൽ 2 വലിയ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. അതങ്ങനെ തന്നെ നിന്നു. വേറെ ആരും ഇല്ലേ ഇവിടെ? ചെറിയമ്മയുണ്ട്. അനുജത്തിയും അനുജനുമുണ്ട്. ആരാ? വാതിൽക്കൽ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മുഖം, വെളുത്ത നിറം, സ്ഥൂലിച്ച ശരീരം, മടുപ്പോടെ നോക്കുന്ന കണ്ണുകൾ, വൃത്തിയില്ലാത്ത വേഷം. എൻ്റെ പേര് ഹരിഹരൻ. മുകുന്ദൻ മാസ്റ്ററുടെ ഒരു ശിഷ്യനാ. ഓ, ചെറിയമ്മയാ. നന്ദിനി ശബ്ദം താഴ്ത്തി. വാതിലും ചാരി നിൽക്കുന്ന 2 മുഖങ്ങൾ കണ്ടു. ഒരു പാവാടക്കാരി പെണ്ണ്, 10-17 വയസ്സ് തോന്നിക്കുന്ന ഒരു ബാലനും. അനുജത്തി ലേഖ, മറ്റേത് കൊച്ചുമോൻ. എഴുതിയെടുക്കുന്നില്ലേ? ഓർമ്മയിൽ നിന്നൂന്ന് വരില്ല. എഴുതിയെടുക്കാനോ? അതെ, പത്രത്തിൽ അച്ചടിക്കണ്ടേ? ഹരിഹരൻ വിസ്മയത്തോടെ അവളെ നോക്കി. എങ്ങനെ അറിഞ്ഞു ഞാൻ പത്രക്കാരനാണെന്ന്? ക്യാമറയും സഞ്ചിയും. ഇവിടെ പത്രക്കാർ പലരും വന്നുപോയതല്ലേ. പ്രത്യേകിച്ച് കൊലപാതകം നടന്ന കാലത്ത്. അച്ഛൻ്റെ ശിക്ഷ നടപ്പാക്കുമ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടി എഴുതാമല്ലോ. ആളുകൾ രസം പിടിച്ചു വായിച്ചോളും. ആരാനെ തൂക്കിക്കൊല്ലുന്നതും അവൻ്റെ മക്കൾ തീ തിന്ന് ജീവിക്കണതും എളുപ്പം വിറ്റുപോകുന്ന ചരക്കല്ലേ.
സ്വരത്തിൽ അമർഷമുണ്ടോ, അതോ സ്വയം പഴിക്കലോ? ഹരിഹരൻ അവളെ സൂക്ഷിച്ചു നോക്കി. നന്ദിനി കരുതും പോലെ വെറുമൊരു പത്രക്കാരനല്ല ഞാൻ. എങ്കിലും എഴുതാനായിട്ടാണ് പുറപ്പെട്ടത്. ജയിലിൽ വെച്ച് മാസ്റ്ററെ കണ്ടു. എൻ്റെ പഴയ ഗുരുവിനെ അവിടെ വെച്ചാണ് തിരിച്ചറിഞ്ഞത്. മാസ്റ്റർ എന്നോട് പറഞ്ഞു വീട്ടിലൊന്നു പോകാൻ, നന്ദിനിയെ ചെന്ന് കാണാൻ. ഇല്ലെങ്കിലും ഞാൻ വരുമായിരുന്നുവെന്നത് വേറെ സത്യം. എന്നിട്ട് അച്ഛൻ വേറെ എന്തു പറഞ്ഞു? നന്ദിനിയെ ഒന്ന് കാണണമെന്ന്, കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന്. നന്ദിനിയുടെ മുഖത്ത് സങ്കടം വന്ന് നിറയുന്നത് അയാൾ കണ്ടു. ചെറിയമ്മയോട് പറയട്ടെ. അവൾ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അടക്കിപ്പിടിച്ച സ്വരത്തിലുള്ള വാഗ്വാദം കേട്ടു. അച്ഛൻ കാണാൻ ആശിച്ചു വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ചെറിയമ്മയ്ക്കറിയാമല്ലോ, മരിക്കാൻ പോകുന്ന മനുഷ്യനല്ലേ, എനിക്ക് വേണ്ടിയിട്ടല്ലേ. എങ്ങനെ പോകും? നീ തനിച്ചോ? അല്ല, ആ സാറിൻ്റെ കൂടെ. ഇന്നത്തെ കാലത്ത് എന്നെ വിശ്വസിച്ചു പോകുമെടി. അയാളൊരു തട്ടിപ്പുകാരനാണെങ്കിലോ, പറഞ്ഞതെല്ലാം നുണയാണെങ്കിലോ? തട്ടിപ്പൊന്നുമല്ല, കണ്ടാലറിയാം. അല്ലെങ്കിലും ഞാനത്ര മണ്ടിയൊന്നുമല്ലല്ലോ. പോകാൻ കാശെവിടുന്ന? ചിറ്റമ്മയുടെ കയ്യിലില്ലേ? ഒരു പൈസയില്ല. മാത്രമല്ല അയാളോട് ചോദിക്കാണ്ട് നീ പോയാൽ വരുമ്പോൾ തെറിയുടെ പൂരമായിരിക്കും. എനിക്ക് കിടന്നു പൊറുക്കണ്ട. ചോദിച്ചാൽ വിടുകയല്ലോ. കാശുണ്ടെങ്കിൽ പോയിക്കോ. നന്ദിനി തിണ്ണയിലേക്ക് വന്നു. ഞാൻ വേറൊരു ദിവസം പോയി കണ്ടോളാം. യാത്രാ ചെലവൊക്കെ മാസ്റ്റർ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതോർത്ത് വിഷമിക്കണ്ട. നന്ദിനി ഉടൻ അകത്തേക്ക് പോയി. ശബ്ദം താഴ്ത്തി ചെറിയമ്മയുമായി ഒരു കൂടിയാലോചന. പെട്ടെന്ന് അവൾ വേഷം മാറി. ലേഖ ഒരു ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് കട്ടൻ കാപ്പി കൊണ്ടുവന്ന് ഹരിഹരന് കൊടുത്തു. അയാൾ 2-3 കവിൾ കുടിച്ചു. നന്ദിനി തയ്യാറായി വന്നു. പോകാം. ഹരിഹരൻ എഴുന്നേറ്റു. തിരിച്ച് എപ്പോഴത്തേക്ക് വരും? ചെറിയമ്മ പാതി ഹരിഹരനോടും പാതി നന്ദിനിയോടായും ചോദിച്ചു. രാത്രിയാകും, പോയി മടങ്ങണ്ടേ? ഹരിഹരൻ പറഞ്ഞു. നന്ദിനി അയാളുടെ പിൻപേ നടന്നു. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ജയിലിലെത്തുമ്പോൾ ഉച്ചതിരിഞ്ഞു. അച്ഛനും മകളും കൂടി കാണുന്നിടത്തേക്ക് ഹരിഹരൻ തല തിരിച്ചതേയില്ല. അയാൾ കുറച്ച് മാറി നിന്നു. എങ്കിലും അടക്കിപ്പിടിച്ച കരച്ചിലും തേങ്ങലും കേൾക്കാമായിരുന്നു. മാസ്റ്റർ വാർഡനോട് ഒരു പേനയ്ക്കും കടലാസിനും വേണ്ടി അപേക്ഷിക്കുന്നത് കേട്ടു. അയാളുടെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടു. മാസ്റ്റർ വിറയ്ക്കുന്ന വിരലുകളാൽ എന്തൊക്കെയോ എഴുതി മടക്കി മകളെ ഏൽപ്പിച്ചു. പേന വാർഡന് തിരിച്ചു നൽകി. മോളിത് ഒരു കവറിലിട്ട് കൊണ്ടുചെന്ന് പത്മനെ ഏൽപ്പിക്കണം. നേരിട്ട് കണ്ടു പറയണം. ഞങ്ങൾ ഒരു കൂട്ടായിരുന്നു കൊച്ചുനാൾ മുതൽ. ഇന്നയാൾ വലിയ ധനികനായി. ഒരു തൂപ്പുകാരിയുടെ പണിയെങ്കിലും തരാൻ പറ. അച്ഛൻ ജീവിതത്തിലാദ്യമായി ഒരു ശുപാർശ ചെയ്യുന്നതാ. പിന്നെയും സംഭാഷണം കേട്ടു. വീട്ടുവിശേഷങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ. ഇനി പൊയ്ക്കോ മോളെ. നമ്മൾ തമ്മിൽ ഇനി കണ്ടെന്നു വരില്ല. ലേഖയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. എല്ലാവരെയും നോക്കേണ്ട ചുമതല നിനക്കാണ്. സമയം കഴിഞ്ഞുവെന്ന് വാർഡൻ വന്നറിയിച്ചു. നന്ദിനി പിൻവാങ്ങി. മുകുന്ദൻ മാസ്റ്റർ ഹരിഹരനോടായി പറഞ്ഞു. ഇനി വൈകണ്ട. രാത്രിക്കെങ്കിലും വീട്ടിലെത്തണ്ടേ? ഉടനെ പോയിക്കോ. ഞാൻ പിന്നെ വരാം. ഹരിഹരൻ പറഞ്ഞു. വരണ്ട, അതാ നല്ലത്. ഇനി ആരെയും എനിക്ക് കാണണ്ട. മാസ്റ്ററുടെ ശബ്ദം പരുഷമായെന്ന് ഹരിഹരന് തോന്നി. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ നന്ദിനി ഗൂഢമായ ആലോചനയിലായിരുന്നു. പലതും ചോദിക്കാനുണ്ടായിരുന്നെങ്കിലും ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ഹരിഹരൻ മൗനം പാലിച്ചു. ബസ്സിൽ കയറി പുറപ്പെടുമ്പോഴും മൗനം തുടർന്നു. 2 ബസ് മാറി കയറേണ്ടി വന്നു. രാത്രിയായി. ഇനിയും ഒരു ബസ് കൂടി മാറി കയറേണ്ടതുണ്ട്. ടൗണിലെത്തി ബസ്സിറങ്ങി വീണ്ടും ബസ് കാത്തു നിൽക്കുമ്പോഴറിഞ്ഞു ഇനി ബസ്സുകളൊന്നും പോകുന്നില്ല. ഉച്ചതിരിഞ്ഞ് ബസ് കണ്ടക്ടറും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ വാക്കേറ്റവും കയ്യേറ്റവുമാണ് പ്രശ്നമുണ്ടാക്കിയത്. പല ബസ്സുകളും തടഞ്ഞിട്ട് ടയർ കുത്തിക്കീറി. പ്രൈവറ്റ് ബസ്സുകൾ മിന്നൽ പണിമുടക്കിലാണ്. ടാക്സി പിടിച്ച് പോകാമെന്നാലോചിച്ചു. പക്ഷേ റോഡ് ബ്ലോക്കാണ്. ടയറുകൾ കുത്തിക്കീറിയിട്ട ബസ്സുകളുടെ നിര. ഇനിയും 40 കിലോമീറ്ററോളം ദൂരമുണ്ട് വീടെത്താൻ. നന്ദിനി ചകിതയായി. രാത്രി വീട്ടിലെത്താനൊക്കില്ല. എന്തു ചെയ്യും? ഹരിഹരൻ ചോദിച്ചു. വീട്ടിലെത്തിയേ പറ്റൂ, നടന്നിട്ടായാലും. 40 കിലോമീറ്റർ നടക്കാനോ? അതും പാതിരാത്രിക്ക്? നന്ദിനി എന്താ പറയുന്നത്? പോകാതെ പറ്റില്ല. അയാളെന്നെ കൊല്ലും. വീട് മുഴുവൻ തകർക്കും. നന്ദിനി ഇപ്പോൾ പൊട്ടിക്കരയുമെന്നായി. ഹരിഹരൻ വിഷമിച്ചു. എന്താണ് പറയുക? പോകാനൊക്കില്ല കുട്ടി. ആ ദിക്കിലേക്ക് വാഹനങ്ങളൊന്നും പോകുന്നില്ല. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്തു ചെയ്യും? വല്ല ലോഡ്ജിലും മുറിയെടുത്ത് താമസിച്ച് രാവിലെ പോകാം. ലോഡ്ജിലോ? അവൾ അന്താളിപ്പോടെ അയാളെ നോക്കി. അതേയുള്ളൂ പോംവഴി. നന്ദിനി തളർന്നു നിന്നു. അധ്യായം 3. നന്ദിനി എവിടേക്കും പോകാൻ മടിച്ച് ഒരേ നിൽപ്പ് തുടർന്നു.
നമുക്ക് നേരം വെളുക്കുന്നതുവരെ ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കാൻ പറ്റില്ല, ഹരിഹരൻ ഓർമ്മിപ്പിച്ചു. നന്ദിനി അയാളെ ദയനീയമായി നോക്കി. നന്ദിനിക്കെന്താ, പേടിയാണോ എൻ്റെ കൂടെ? അല്ല, വിളിച്ചപ്പോഴേ ആരാ എന്താന്ന് നോക്കാതെ കൂടെ പോന്നവളല്ലേ ഞാൻ. എനിക്ക് പേടിയില്ല. പിന്നെ എന്താ വിഷമം? ഒരു രാത്രി നിവൃത്തികേടുകൊണ്ട് ഹോട്ടലിലോ ലോഡ്ജിലോ തങ്ങാനുള്ള ഭയമല്ല, നാളെ വീട്ടിലെത്തുമ്പോഴുണ്ടാകുന്ന ഭീകരാവസ്ഥ ഓർത്തിട്ടാ. ഏതായാലും ഞാൻ കൂടി വരുന്നുണ്ടല്ലോ. നന്ദിനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നന്ദിനി നിഴൽ പോലെ അയാളെ അനുഗമിച്ചു. ഹോട്ടലിൽ അന്വേഷിച്ച് ഹരിഹരൻ 2 സിംഗിൾ റൂം എടുത്തു. അപ്സ്റ്റെയറിലേക്ക് നടക്കുമ്പോൾ താക്കോൽ നന്ദിനിയെ ഏൽപ്പിച്ചിട്ട് അയാൾ പറഞ്ഞു, ഇത് നന്ദിനിക്കുള്ളത്. തനിച്ചൊരു മുറിയിലുറങ്ങാൻ ഭയമൊന്നുമില്ലല്ലോ? ഇല്ല. അവൾ താക്കോൽ കൈനീട്ടി വാങ്ങി. റൂം കാട്ടിക്കൊടുത്തിട്ട് ഹരിഹരൻ നേരെ എതിർവശത്തുള്ള അയാളുടെ മുറി തുറന്നു. ഒരിടനാഴിക്ക് ഇരുപുറവുമാണ് മുറികൾ. നന്ദിനിക്ക് വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷാകാം, എന്നിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കാം. ശരി. നന്ദിനി അകത്ത് കിടന്ന് വാതിലടച്ചു. മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ് കൂടെയുള്ളതെന്ന ഓർമ്മ അവൾക്ക് മതിയായ സുരക്ഷിതത്വമായിരുന്നു. ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് പറഞ്ഞപ്പോഴും ഉള്ളിൽ പേടിയുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരേ മുറിയിൽ അന്യനായ ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഉറങ്ങേണ്ടി വരുമോ? കിട്ടുന്ന അവസരം മുതലെടുക്കുന്ന ഒരു വിടനാണ് കൂടെയുള്ളതെങ്കിൽ. എല്ലാ ആശങ്കകളും നീങ്ങി. 2 സിംഗിൾ റൂം. തൻ്റെ മുറിയുടെ താക്കോൽ കയ്യിൽ തന്നപ്പോൾ തന്നെ ആളാരാണെന്ന് വ്യക്തമായി. നന്ദിനി വേഗം കുളിച്ചു വന്നു. മാറാൻ ഡ്രസ്സൊന്നുമില്ല. രാവിലെ മുതൽ ധരിച്ചിരുന്നത് തന്നെ വേണം. മുടി ചീകിക്കൊണ്ടിരുന്നപ്പോൾ വാതിലിൽ മുട്ട്. ഞാനാ, ഹരിഹരൻ. നന്ദിനി വാതിൽ തുറന്നു. കഴിഞ്ഞോ? അവൾ മന്ദഹസിച്ചു. ഹരിഹരൻ അവളെ ആപാത ചൂടം നോക്കി. നേരത്തെ കണ്ട പരിഭ്രമവും ക്ഷീണവും ഒന്നുമില്ല ഇപ്പോൾ. കാണാൻ അഴകുള്ള മുഖം, കാന്തി ചിന്നുന്ന കണ്ണുകൾ, മുടി മാറിലേക്കെടുത്തിട്ട് ഒരു വശം ചെരിഞ്ഞ് വിരലുകൾ കൊണ്ട് ഇഴകൾ കോതി വിടർത്തുന്നതിൻ്റെ ചാരുത ഒന്ന് വേറെ തന്നെ. ഇടയ്ക്ക് ഓരോ നോട്ടവും. ചകിത ഭാവമേയില്ല. നല്ല ആത്മവിശ്വാസവുമുണ്ടെന്ന് കണ്ണുകളിൽ നോക്കിയാൽ അറിയാം. നന്നെ വെളുത്തു തുടുത്ത മേനി. മുകുന്ദൻ മാസ്റ്ററുടെ മകളല്ലേ? മാതാപിതാക്കൾക്ക് മക്കളിൽ പക്ഷഭേദമില്ല എന്നാണ് സിദ്ധാന്തമെന്നിരിക്കലും മാസ്റ്റർക്ക് ഏറ്റവും വാത്സല്യമുള്ള മകൾ. മാസ്റ്ററെ കണ്ടാൽ മുൻപ് എങ്ങനെയിരുന്നു? പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തഭാവമായിട്ടാണ് കരുതിയിരുന്നത്. നന്നെ വെളുത്ത് കടഞ്ഞെടുത്തതുപോലുള്ള കരുത്തേറിയ ശരീരം. അസൂയ തോന്നിയ കാലമുണ്ടായിരുന്നു. മുകുന്ദൻ മാസ്റ്ററോട് ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് ഒരിക്കൽ ചോദിച്ചതും ഓർക്കുന്നു. പുലർച്ചെ 5 മണിക്കുണരുന്നു. വ്യായാമം, കുളി, ഈശ്വരധ്യാനം. വയറൽപ്പം കൂടി നിറയാനുണ്ട് എന്ന തോന്നലോടെ തീൻമേശയിൽ നിന്ന് എഴുന്നേറ്റ് പോരൽ. മനസ്സ് പ്രക്ഷുബ്ധമാകാതെ സൂക്ഷിക്കൽ. രാത്രിയിൽ അത്താഴം കഴിഞ്ഞുള്ള നടപ്പുവരെ. ടൈം ടേബിൾ വെച്ചാണ് മാസ്റ്റർ ജീവിച്ചത്. ഇത്രയും കൃത്യനിഷ്ഠയുള്ള മറ്റൊരാളെ ഇതുവരെ കാണാനൊത്തിട്ടില്ല. മുകുന്ദൻ മാസ്റ്ററുടെ സൗന്ദര്യവും പ്രസരിപ്പും ഒന്നുകൂടി ഊതിക്കാച്ചി മിനുക്കി മകൾക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? നന്ദിനി ചോദിച്ചു. മാസ്റ്ററെ ഓർക്കുകയായിരുന്നു. പഴയ കാലം. ഞാൻ ഒരുങ്ങി. എന്നാൽ വരൂ. 2 പേരും റെസ്റ്റോറൻറ്റിൽ ചെന്ന് ആഹാരം കഴിച്ചു. അതിനുശേഷം തിരിച്ച് മുറിയിലെത്തി. നന്ദിനിക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ടെറസിൽ ചെന്നിരുന്ന് സംസാരിക്കാം. നല്ല കാറ്റുണ്ട്. നന്ദിനി തലയാട്ടി. ടെറസിലേക്ക് നടക്കുമ്പോൾ നന്ദിനി ചോദിച്ചു, പേപ്പറും പേനയും എടുത്തില്ലല്ലോ? കുറിച്ചിടേണ്ടേ? അവളിപ്പോഴും തന്നെ പത്രപ്രവർത്തകനായാണ് കാണുന്നത്. മനസ്സിൽ കുറിച്ചിട്ടോളാം. എനിക്ക് നല്ല ഓർമ്മശക്തിയാണ്, ഹരിഹരൻ ചിരിയോടെ പറഞ്ഞു. ടെറസിൽ അവിടെ നിരത്തിയിട്ടിരുന്ന ചൂരൽ കസേരകൾ 2 ഹരിഹരൻ വലിച്ച് നേർക്ക് നേരെയിട്ടു. നന്ദിനിക്കുട്ടി ഇരിക്ക്. വാത്സല്യത്തോടെയുള്ള ആ സംബോധന നന്ദിനിയുടെ ആത്മാവിൽ കൊണ്ടു. അച്ഛൻ വാത്സല്യം കൂടുമ്പോൾ നീട്ടി വിളിക്കാറുള്ളതാണ്. മോളെ, നന്ദിനിക്കുട്ടി. അമ്മയും അങ്ങനെ വിളിച്ചിരുന്നത് ഓർക്കുന്നു. നഗരത്തിലെമ്പാടും വിളക്കുകൾ, മുടി പാറിപ്പരത്തുന്ന കാറ്റ്, പുഴയിലെ ഓളപ്പാത്തികളിൽ നിലാവിൻ്റെ വെട്ടിത്തിളക്കം. നന്ദിനിക്ക് നല്ല ക്ഷീണം കാണും. യാത്രയായിരുന്നില്ലേ? മനസ്സാണെങ്കിൽ അസ്വസ്ഥവും. സാറിനെന്താ ചോദിക്കാനുള്ളത്, അറിയാനുള്ളത്? നന്ദിനി എന്നെ വെറുമൊരു പത്രക്കാരനായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്ക് ഒന്നും ചോദിക്കാനില്ല. ഒരഭിമുഖ സംഭാഷണത്തിനല്ല ഞാൻ നന്ദിനിയെ വിളിച്ചത്. മുകുന്ദൻ മാസ്റ്ററോട് എനിക്ക് സ്നേഹവും ബഹുമാനവുമുണ്ട്. എൻ്റെ മാസ്റ്റർക്ക് എങ്ങനെ ഈ ദുരന്തം വന്നുപെട്ടു എന്നറിയാനുള്ള സ്വകാര്യമായ വേദന മാത്രമേ എൻ്റെ ചോദ്യങ്ങൾക്ക് പിന്നിലുള്ളൂ. ക്ഷമിക്കണം, എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ പറയാം. ഒരു കുസൃതി ചോദ്യമാണ് ആദ്യം, പരിഭവിക്കരുത്. എന്താ ചോദ്യം?
ആരാ നന്ദിനിക്ക് നല്ല പേരിട്ടത്? അച്ഛനോ അമ്മയോ? 2 പേരും ചേർന്ന്. ഇതത്ര നല്ല പേരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല പേരാണോ എന്ന് എനിക്കും അറിയില്ല. നന്ദിനിക്ക് ചേരും. നന്ദിനിക്ക് ഈ പേര് മാത്രമേ ചേരൂ. അല്ലെങ്കിൽ നന്ദിനിക്ക് മാത്രമേ ഈ പേര് ചേരൂ. സാർ എന്നെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കറിയാവുന്ന മറുപടി ഞാൻ പറയുമായിരുന്നു. സന്തോഷിപ്പിച്ചതല്ല, നന്ദിനിയെ എനിക്കേറെ മനസ്സിലായി. മുഖസ്തുതിയും പാഴ്വാക്കും സത്യവും വേർതിരിച്ചറിയാമെന്നും തോന്നി. പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, നന്ദിനിയെ ഇന്ന് രാവിലെ വീട്ടിൽ വെച്ച് അടിച്ച ആ മനുഷ്യനാരാ? അയാളുടെ പേര് വാസവൻ. ചെറിയമ്മ വാസവേട്ട എന്ന് വിളിക്കുന്നത് കേൾക്കാം. ഏതോ ഒരു ബന്ധവും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അയാളുടെ വീടാണത്. അയാളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തം വീടില്ലേ? ഇല്ല, വാടക വീട്ടിലായിരുന്നല്ലോ താമസം. അച്ഛൻ ജയിലിലായപ്പോൾ ജീവിക്കാൻ മാർഗമില്ലാതായി. ആരുണ്ട് കുടുംബം നടത്താൻ? എനിക്കന്ന് 15 വയസ്സേ ഉള്ളൂ. സ്കൂൾ ഫൈനലിന് പഠിക്കുകയാണ്. അപ്പോഴാണ്. സ്വരം പതറിയിട്ട് നന്ദിനി പെട്ടെന്ന് നിർത്തി. വാസ്തവത്തിൽ മാസ്റ്റർ കുറ്റം ചെയ്തതാണോ? അല്ലെങ്കിൽ ആരെയെങ്കിലും രക്ഷിക്കാൻ പഴിയേറ്റതാണോ? മാസ്റ്റർ ഒരാളെ കൊന്നുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് അത് സംഭവിച്ചത്? നന്ദിനി ഇരുണ്ട ചക്രവാളത്തിലേക്ക് കണ്ണു നട്ടു. എല്ലാം ഞാൻ കാരണമാ. ഞാൻ ജനിച്ചു പോയില്ലേ ഒരു പെണ്ണായിട്ട്? ആ ഒറ്റ കാരണം കൊണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അയാൾ കണ്ടു. മനസ്സിന് വിഷമമാണെങ്കിൽ പറയണ്ട, നമുക്ക് പോയി കിടന്നുറങ്ങാം. മനസ്സിൻ്റെ വിഷമങ്ങൾ പറഞ്ഞാലല്ലേ തീരൂ. പറയാൻ ഞാൻ ആരെയും കണ്ടില്ല. അച്ഛനോടുള്ള ബഹുമാനത്തെ പ്രതിയാണെങ്കിലും ഞങ്ങൾക്ക് വന്ന ദുരന്തത്തിൽ സാറിന് ഞങ്ങളോട് സഹതാപമുണ്ടല്ലോ. അത് ആദ്യം കിട്ടുകയാണ്. ദയയും കാരുണ്യവും ആരും കാണിച്ചിട്ടില്ല, സഹായിച്ചിട്ടില്ല. ദ്രോഹിക്കാൻ പലരും മത്സരിക്കുകയും ചെയ്തു. സർ സഹതപിക്കുകയെങ്കിലും ചെയ്തല്ലോ. അതിനും വലിയ വിലയുണ്ട്. എന്നാൽ പറയൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞല്ലോ. വീടിനടുത്ത് തന്നെ ഒരു ട്യൂഷനും ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് വാടകയ്ക്കൊരു വീട് കിട്ടി. ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. എൻ്റെ ട്യൂട്ടർ ഒരു കോളേജ് അധ്യാപകനായിരുന്നു, ഒരു മധ്യവയസ്കൻ. ഒരിക്കൽ അയാളിൽ നിന്ന് മോശമായ പെരുമാറ്റമുണ്ടായി. അതോടെ ട്യൂഷൻ നിർത്തി. അച്ഛൻ കാരണം ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞു. അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാണ്. വഴക്കുണ്ടാകുന്നത് ഒട്ടും ഇഷ്ടമല്ല. അച്ഛൻ അയാളെ കണ്ട് ചോദിച്ചുവെന്നോ താക്കീത് ചെയ്തുവെന്നോ പിന്നീടറിഞ്ഞു. ഒന്നും വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞില്ല. പിന്നീട് നാട്ടിൽ എന്നെക്കുറിച്ചും ചെറിയമ്മയെക്കുറിച്ചും അങ്ങേയറ്റം ചീത്തയായ കഥകളൊക്കെ പറഞ്ഞു കേട്ടു. അതിന് പിന്നിൽ ആ കോളേജ് അധ്യാപകനാണെന്നറിഞ്ഞിട്ടും വഴക്കിടാൻ ഇഷ്ടമില്ലാഞ്ഞ് അച്ഛൻ ക്ഷമിച്ചു. അച്ഛൻ വീട്ടിലില്ലാതിരുന്ന ഒരു രാത്രിയിൽ ആ മനുഷ്യനും വേറെ ചില റൗഡികളും കൂടി മദ്യപിച്ചിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് കുറേ ചീത്ത പറഞ്ഞു. പിന്നെ കല്ലേറ് തുടങ്ങി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ കയറി. കണ്ണിൽ കണ്ടതൊക്കെ തകർത്തു. ചെറിയമ്മയെയും എന്നെയും അപമാനിക്കാനും ശ്രമിച്ചു. എല്ലാവരെയും തല്ലി. അലറി വിളിച്ചിട്ടും ഒരൊറ്റ നാട്ടുകാരും സഹായത്തിന് വന്നില്ല. അച്ഛൻ പിറ്റേ ദിവസമാണ് വന്നത്, സന്ധ്യയ്ക്ക്. നന്ദിനി കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. പറയൂ, എന്നിട്ടെന്ത് സംഭവിച്ചു? ഹരിഹരൻ ഉത്കണ്ഠാകുലനായി. ഒന്നും മറച്ചുവെക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ. വീട് ആക്രമിച്ചത് ആരാണെന്ന് അച്ഛൻ ചോദിച്ചു. ഞങ്ങൾ സംഭവിച്ചതൊക്കെയും പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമല്ല അച്ഛൻ്റേത്. തലയിൽ കൈവച്ച് വിഷമത്തോടെ ഇവിടെ ജീവിക്കാൻ ഒക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കുറേ നേരം എന്തോ ആലോചിച്ചിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് ഞാനവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിറങ്ങി. ഞാനും ചെറിയമ്മയും കരഞ്ഞു പറഞ്ഞു, വഴക്കുണ്ടാക്കല്ലേ അച്ഛ എന്ന്. ഇല്ലെന്ന് ഉറപ്പും തന്നു. രാത്രിയിൽ പോകണ്ട, നാളെ പകൽ പഞ്ചായത്ത് മെമ്പറെയോ കരപ്രമാണിയെയോ കൂട്ടി ചെന്ന് സംസാരിച്ചാൽ മതിയെന്ന് ചെറിയമ്മ ആവുന്നത്ര വിലക്കിയതാ. അച്ഛൻ കേട്ടില്ല. ഞങ്ങൾ രാത്രി കുറേ വൈകുന്നതുവരെ കാത്തിരുന്നു. അച്ഛൻ തിരിച്ചു വന്നു. കയ്യിൽ ചോര പുരണ്ട കഠാര. ഞെട്ടിവിറച്ചു നിന്ന ഞങ്ങളോട് ശാന്തമായി പറഞ്ഞു, ഞാൻ അവനെ കൊന്നു. ഇനി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണെന്ന്. വാവിട്ട് കരഞ്ഞ ഞങ്ങളെയെല്ലാം സമാധാനിപ്പിച്ച ശേഷം അച്ഛൻ ഇരുട്ടത്തുകൂടി നടന്നുപോയി. പിന്നെ കമ്പിയഴികൾക്കുള്ളിലും കോടതിയിലും വച്ചല്ലാതെ അച്ഛനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. എങ്ങനെയാണത് സംഭവിച്ചതെന്നറിയാമോ? വാക്കേറ്റമുണ്ടായി എന്നാണ് അച്ഛൻ പറഞ്ഞത്. കോളേജ് അധ്യാപകൻ്റെ വീട്ടിൽ വച്ചായിരുന്നു സംഭാഷണം. അയാളുടെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നത്രേ. വാക്കേറ്റം മൂത്ത് കയ്യേറ്റമായി. അയാൾ അച്ഛനെ അടിച്ചിറക്കാൻ ശ്രമിച്ചുവത്രേ. അച്ഛൻ തിരിച്ചടിച്ചെന്നും പറയുന്നു. എന്തായാലും അച്ഛൻ്റെ കയ്യിൽ കഠാര ഉണ്ടായിരുന്നില്ല. കഠാര കൊണ്ടു നടക്കുന്ന സ്വഭാവവും അച്ഛനില്ല.
അച്ഛനെ കുത്താൻ വേണ്ടി അയാൾ എടുത്തതാവണം. അത് മൽപ്പിടുത്തത്തിൽ അച്ഛൻ്റെ കയ്യിൽ വരികയും അച്ഛൻ കുത്തുകയും ചെയ്തിരിക്കാം. അച്ഛൻ കോപാന്തനായി പോയിരിക്കണം. വീട്ടിൽ കയറി ആക്രമിച്ച് കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു കോടതിയുടെ നിഗമനം. അങ്ങനെയേ വിചാരിക്കാനൊക്കൂ. അച്ഛൻ കുറ്റം സമ്മതിച്ചതാണ്. ശവത്തിൽ 9 കുത്തുകളേറ്റിരുന്നു. നന്ദിനി കിതപ്പോടെ നിർത്തി. പറയൂ, എന്നിട്ട്? അച്ഛൻ ജയിലിലായില്ലേ? ഞങ്ങൾക്ക് ആരുമില്ലാതായി. കൊലയാളികളുടെ മക്കൾക്ക് നാട്ടിലെന്താണ് വില? പോരെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിപ്പിക്കുന്ന അപവാദങ്ങളും. ജോലിയില്ല, വരുമാനവുമില്ല. വല്ലതും മിച്ചമുണ്ടാക്കിയത് സ്വർണമാക്കി എൻ്റെയും അനുജത്തിയുടെയും ചെറിയമ്മയുടെയും കഴുത്തിലും കാതിലും ഇട്ടിരുന്നു. കേസിൻ്റെ നടത്തിപ്പിനും ചെലവ് കഴിയാനും അതെല്ലാം അഴിച്ചു വിൽക്കേണ്ടി വന്നു. കേസും അപ്പീലുമായി എത്ര വർഷങ്ങളാണ് നീണ്ടുപോയത്. അനുഭവിച്ച ദുരിതങ്ങൾ എണ്ണിപ്പറയാൻ 100 ദിവസം വേണം. വീട് പട്ടിണിയായി. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. വീട്ടുസാധനങ്ങൾ പെറുക്കി വിറ്റ് തീർന്നു. നാട്ടുകാരുടെ പുച്ഛവും നിന്നയും അതിനു പുറമെ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളുടെ ഭീഷണിയും. ഞങ്ങളാകെ നട്ടം തിരിഞ്ഞു. അപ്പോഴാണ് വാസവേട്ടൻ സഹായിക്കാൻ വന്നത്. ചെറിയമ്മയുടെ ഒരകന്ന ചാർച്ചയിലുള്ളയാളാ. ഭാര്യ മരിച്ചുപോയി, മക്കളില്ലായിരുന്നു. ചെറിയമ്മ ആദ്യമാദ്യം ഓരോ സഹായം ആവശ്യപ്പെട്ട് ചെന്നു. അങ്ങനെ അടുത്തുകൂടി. വാടക വീട്ടുകാർ ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ വാസവേട്ടൻ്റെ വീടേ ഉണ്ടായിരുന്നുള്ളൂ ഒരഭയം. അയാളൊരു ചീത്ത മനുഷ്യനാണോ? നീചനാണെന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണത്തിനൊക്കെ അയാൾ ഓരോ ലാഭം കണ്ടിട്ടുണ്ട്. ചെറിയമ്മയെ അയാൾ ചീത്തയാക്കി. ചെറിയമ്മയെ കുറ്റം പറയാനൊക്കില്ല. വേറെ നിവൃത്തിയില്ലായിരുന്നു. ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ചെറിയമ്മയും വാസവേട്ടനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ജയിലിലായിരുന്നെങ്കിലും അച്ഛൻ എല്ലാം അറിഞ്ഞു. കുടുംബം തകർന്നുവെന്ന് അച്ഛന് മനസ്സിലായി. അതോടെ രക്ഷപ്പെടാനുള്ള മോഹവും ഇല്ലാണ്ടായി. മക്കളും കൂടി നശിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട അച്ഛനിപ്പോൾ ആദി. നന്ദിനിയുടെ കണ്ണുകൾ കലങ്ങി. അവളിപ്പോൾ കരഞ്ഞേക്കുമെന്ന് ഹരിഹരന് തോന്നി. ദൂരെ സമതലങ്ങളെ പൊതിഞ്ഞുകിടന്ന ഇരുട്ടിലേക്ക് നോക്കി അവൾ അല്പനേരം മൗനമായി ഇരുന്നു. നന്ദിനിക്ക് അച്ഛൻ വകയിൽ ബന്ധുക്കളാരുമില്ലേ? ഉണ്ട്. മിക്കവാറും എല്ലാവരും തന്നെ നല്ല നിലയിൽ കഴിയുന്നവരും. ഞങ്ങളോട് ബന്ധപ്പെടുന്നത് തന്നെ അപമാനമായിട്ടാണ് അവർ കരുതുന്നത്. ചീത്തപ്പേരല്ലേ ഞങ്ങൾക്കുള്ളൂ. ചെറിയമ്മയും വാസവേട്ടനുമായിട്ടുള്ള ഇടപാട് നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം അറിയുകയും ചെയ്യാം. പിഴച്ച പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടെന്നാണ് നാട്ടുകാർ ഞങ്ങളെക്കുറിച്ച് പറയുക. നന്ദിനി സാരി തുമ്പുകൊണ്ട് മെഴുന്നീർ തുടച്ചു. നന്ദിനി ഏതുവരെ പഠിച്ചു? 10ാം ക്ലാസ് പാസ്സായി. അപ്പോഴാണ് അച്ഛൻ ജയിലിലായത്. പിന്നെ പഠിക്കാൻ സാധിച്ചില്ല. കുറച്ചുനാൾ തയ്യൽ പഠിച്ചു. പിന്നെ ടൈപ്പ് റൈറ്റിങ്ങും. നന്ദിനിയുടെ ചെറിയമ്മയാണ് അതെന്ന് പറഞ്ഞല്ലോ. രണ്ടാനമ്മയാണോ? അതെ. അപ്പോൾ അമ്മ? 12 കൊല്ലം മുൻപ് മരിച്ചു. അമ്മയുടെ അനുജത്തിയാണ് ചെറിയമ്മ. ഞങ്ങളെ നോക്കാൻ ചെറിയമ്മയെ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അച്ഛൻ അവരെ വിവാഹം കഴിച്ചു. ചെറിയമ്മ എങ്ങനെ? ഞങ്ങളെയെല്ലാം കാര്യമായിട്ടാണ് നോക്കിയത്. എന്നും ഞങ്ങളെ സ്നേഹിച്ചിട്ടേയുള്ളൂ. ഇപ്പോൾ ചെറിയമ്മയ്ക്കും ജീവിതം മടുത്തുപോയി. എപ്പോഴും ദേഷ്യവും പ്രാക്കും. മനസ്സങ്ങ് മുരടിച്ചു. ചെറിയമ്മ അത്രയ്ക്ക് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും വാസവനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ജീവിതം. ഇത് ജീവിതമാണോ സർ? ഞങ്ങൾ ശവങ്ങളായിക്കൊണ്ടിരിക്കുകയാ. ജീവിക്കാനുള്ള ആഗ്രഹം നശിച്ചു. ആത്മഹത്യ ചെയ്യാൻ കരളുറപ്പില്ലാത്തതുകൊണ്ട് ജീവിച്ചു പോകുന്നു. അല്പനേരം അവളെന്തോ ഓർത്തിരുന്നിട്ട് തുടർന്നു. എത്ര സന്തോഷമായി കഴിഞ്ഞിരുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. എനിക്ക് എന്തെല്ലാം മോഹങ്ങളായിരുന്നു. ഇനിയിപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, വല്ല അപകടത്തിലും പെട്ട് മരിക്കാൻ. ഗദ്ഗതം കൊണ്ട് അവൾക്ക് തുടരാനാവാതെയായി. ഹരിഹരൻ അവളെ അനുകമ്പയോടെ നോക്കിയിരുന്നു. കഷ്ടിച്ച് 20 വയസ്സ് പ്രായം മാത്രമുള്ള പെൺകുട്ടി. അവൾ ജീവിതത്തെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു. അവൾക്കിനി മോഹങ്ങളില്ല, പ്രതീക്ഷകളില്ല. നല്ലൊരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നവുമില്ല. നന്ദിനി അങ്ങനെ നിരാശപ്പെടരുത്. എപ്പോഴാണ് ഒരു നല്ല കാലം വരുന്നതെന്ന് പ്രവചിക്കാൻ ഒക്കില്ല. ജീവിതത്തിൽ പെട്ടെന്ന് ഓരോ വഴിത്തിരിവുകൾ ഉണ്ടായെന്നിരിക്കും. സർവനാശമ്മ ഇനിയത്തെ വഴിത്തിരിവ്. സാറിനറിയോ? തിന്നുന്ന ചോറിനും ഉടുക്കുന്ന തുണിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന വില കുത്തുവാക്കുകളും നിന്നയും അവജ്ഞയും കൊണ്ട് പൊറുതിമുട്ടി. ചീത്തവാക്കുകൾ കേട്ട് ചെവി തഴമ്പിച്ചു. ഈയിടെ തല്ലാനും ധൈര്യം കാണിച്ചു തുടങ്ങി. അയാൾക്ക് ചെറിയമ്മയെ മടുത്തു കഴിഞ്ഞു. ഞാനാണ് അടുത്ത ഇര. അയാൾ എന്നെ കീഴ്പ്പെടുത്തുന്ന അന്ന് ചാവാന എൻ്റെ നിശ്ചയം. അവൾ വീറോടെ പറഞ്ഞു. കണ്ണുകൾക്ക് ദാർഢ്യമേറിയ തിളക്കം. മുഖം മുറുകിയിരിക്കുന്നു. അവൾ കൈകൾ കൂട്ടിത്തിരുമ്മി. അച്ഛൻ മരിച്ചോട്ടെ,
എനിക്ക് സന്തോഷമേയുള്ളൂ. ഞങ്ങളുടെ നാശം കാണുന്നതിന് മുൻപ് അച്ഛനെ അവർ തൂക്കിക്കൊന്നിരുന്നെങ്കിൽ. നന്ദിനി. അവൾ പെട്ടെന്ന് വിങ്ങിപ്പൊട്ടി. കൊച്ചുകുട്ടി കരയും പോലെ. അച്ഛൻ്റെ ശരീരത്തിന് ഒരു മരണവേദനയല്ലേ അനുഭവിക്കേണ്ടി വരൂ? സാരമില്ല. ഇതിനകം അച്ഛൻ മനസ്സുകൊണ്ട് എത്ര തവണ മരിച്ചു കഴിഞ്ഞു. ആ പീഡനം ഇനിയെങ്കിലും അച്ഛനുണ്ടാകാതിരിക്കട്ടെ. ശരീരത്തിൻ്റെ വേദന താങ്ങാം, പക്ഷേ മനസ്സിൻ്റെ. അവൾ ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തി. കരച്ചിലിൻ്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. വിരലുകൾക്കിടയിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നത് ഹരിഹരൻ കണ്ടു. അയാളുടെ ഹൃദയം ആർദ്രമായി. അതിൽ കാരുണ്യം നിറഞ്ഞു. അയാൾക്ക് അവളെ തലോടി ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. നന്ദിനി വേഗം കരച്ചിലടക്കി. മുഖം സാരിത്തുമ്പുകൊണ്ട് തുടച്ചു. പിന്നെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. നന്ദിനി പോയി കിടന്നോളൂ. നാളെ രാവിലെ പുറപ്പെടേണ്ടതല്ലേ? സാറിന് ഇനി വല്ലതും അറിയാനുണ്ടോ? ഇല്ല, പോയി കിടന്നോ. അവൾ എഴുന്നേറ്റു. ഹരിഹരനും. നന്ദിനി അവളുടെ മുറിയിൽ കയറി. വാതിൽ നന്നായി അടച്ചോ. ഇനി ആര് വിളിച്ചാലും തുറക്കണ്ട, ഹരിഹരൻ പറഞ്ഞു. നന്ദിനി വാതിലടച്ചു. ഹരിഹരൻ ഉറങ്ങാനായി മുറിയിലേക്ക് പോന്നു. അധ്യായം 4. പിറ്റേന്ന് രാവിലെ തന്നെ രണ്ടുപേരും യാത്രയായി. വീട്ടിലെത്തിയപ്പോൾ 10 മണിയായി. മുറ്റത്ത് കയറിയപ്പോഴേ നന്ദിനി കണ്ടു. വാസവേട്ടൻ വരാന്തയിൽ സംഹാരരുദ്രനായി നോക്കി നിൽക്കുന്നു. നന്ദിനിയെ കണ്ടതും അയാൾ ചാടിയിറങ്ങി വന്നു. എവിടെയായിരുന്നടി കൂത്തിച്ചിമോളെ? ഇന്നലെ രാത്രിയിൽ? അയാൾ രോഷാകുലനായി ഗർജിച്ചു. ബസ് കിട്ടിയില്ല. ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. നന്ദിനി കൂസലെന്നെ പറഞ്ഞു. ഇവനോടൊപ്പം? അതെ. അയാൾ മുന്നോട്ട് നീങ്ങി അവളുടെ ചികിട്ടത്തൊന്നു പൊട്ടിച്ചു. കണ്ടവൻ്റെ കൂടെ രാത്രിയിൽ ഹോട്ടലിൽ താമസിച്ചിട്ട് വന്നിരിക്കുന്നു തേവിടിച്ചി. ഇറങ്ങടി ഈ മുറ്റത്തു നിന്ന്. നീ ഇനി ഈ വീട്ടിൽ കാലുകുത്തരുത്. അയാൾ അലറി. ബഹളം കേട്ട് ചെറിയമ്മയും ലേഖയും കൊച്ചുമോനും ഇറങ്ങി വന്നു. വാസവൻ നിന്ന് കലി തുള്ളുകയാണ്. എടാ. അയാൾ ഹരിഹരൻ്റെ നേർക്ക് തട്ടിക്കയറി. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി പിഴപ്പിക്കുകയാണോടാ നിന്റെ തൊഴിൽ? നായിൻ്റെ മോനെ. അനാവശ്യം പറയരുത്. പറഞ്ഞാൽ എന്തു ചെയ്യുമെടാ നായിൻ്റെ മോനെ? അയാൾ ഹരിഹരൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടു. ഹരിഹരൻ ഒറ്റത്തട്ടിന് കൈ തെറിപ്പിച്ചു. എന്നെ തൊട്ടാൽ തന്നെ ഞാൻ ഈ മുറ്റത്തിട്ട് ചവിട്ടിയരയ്ക്കും, ഹരിഹരൻ കോപാന്തനായി പറഞ്ഞു. വാസവൻ അറച്ചു നിന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ വരാനൊക്കാത്തതെന്ന് താൻ ചോദിച്ചോ? ഇല്ലല്ലോ. വന്നുടനെ ചീത്ത പറച്ചിലും തല്ലും. ഇതാണോടോ മര്യാദ? എടോ, തൻ്റെ സ്വഭാവമല്ല എല്ലാവർക്കുമെന്ന് ആദ്യം മനസ്സിലാക്ക. ഒരു പെണ്ണിനെ കണ്ടാൽ വ്യഭിചരിക്കണമെന്ന ചിന്ത ആദ്യമുണ്ടാകുന്ന തന്നെപ്പോലുള്ളവരല്ല ലോകത്തെല്ലാവരും. തൻ്റെ കൂടെയാണ് അവൾ ഹോട്ടലിൽ താമസിച്ചിരുന്നതെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മതി മതി. ചെറിയമ്മ ഇറങ്ങിവന്ന് തടഞ്ഞു. എന്തിനാ പ്രസംഗിക്കുന്നേ? ഇവിടെ ആർക്കും ഇതൊന്നും മനസ്സിലാവുകയല്ല. ഹരിഹരൻ നന്ദിനിയെ നോക്കി. അവൾ ചകിതയായി നിൽക്കുകയാണ്. പോടാ ഇറങ്ങി. വാസവൻ അലറി. ഇറങ്ങിപ്പോടാ. ഹരിഹരന് നാണക്കേടിൽ മുങ്ങിയതുപോലെ തോന്നി. മാനം മര്യാദയ്ക്ക് താമസിക്കുന്ന ഒരുവനോട് യുക്തിപൂർവം സംസാരിക്കാം, പക്ഷേ ഇവനോട് സംസാരിക്കാൻ തെറിപ്പദങ്ങൾ തന്നെ കോർത്തിണക്കണം. ഹരിഹരൻ മെല്ലെ ഇറങ്ങി. പുറകിൽ നിന്നും അട്ടഹാസം കേട്ടു. ഇനി ഈ വഴിക്കെങ്ങാൻ കണ്ടാൽ നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും. ബഹളം കേട്ട് അയൽപക്കത്തുള്ളവരൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട്. മതിലുകളുടെ മുകളിൽ ഓരോ തല കാണാം. വാസവൻ നന്ദിനിയുടെ നേർക്ക് തിരിഞ്ഞു. അവൾ അയാളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്താടി, എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ നീ? വാസവേട്ടന് കുറച്ച് മര്യാദയ്ക്ക് പെരുമാറാമായിരുന്നു. അവൾ വെറുപ്പോടെ പറഞ്ഞു. എന്തോന്നു മര്യാദ? അത്ര വിഷമമായി പോയെങ്കിൽ ഇറങ്ങിപ്പോടി അവൻ്റെ കൂടെ. ഒച്ചയുണ്ടാക്കാതെ, അയലോക്കംകാർ ശ്രദ്ധിക്കുന്നു. ചെറിയമ്മ ശബ്ദം അമർത്തി പറഞ്ഞു. അയലോക്കംകാരും കൂടി കേൾക്കട്ടേടി ഈ തേവിടിശിയുടെ വിശേഷങ്ങൾ. ഒരുവൻ്റെ കൂടെ ഹോട്ടലിൽ അന്തി ഉറങ്ങി വന്നവളല്ലേ. അയലോക്കംകാർക്കും വേണമെങ്കിൽ വിളിച്ചോണ്ടു പോകാമല്ലോ. ചേച്ചിയും അനിയത്തിയും കൂടി ബിസിനസ്സിനിറങ്ങിയാൽ നല്ല കൊയ്ത്തായിരിക്കും. പിന്നെ എൻ്റെ സഹായം കൂടാതെ കഴിയാം. നിർത്താൻ. നന്ദിനി ചീറി. എന്താടി കാര്യം പറയുമ്പം കലി തുള്ളുന്നത്? ഞാനവനെ ചീത്ത പറഞ്ഞത് നിനക്ക് പിടിച്ചില്ല അല്ലേ? അവൻ നിന്റെ ആരാ? നന്ദിനി മറുപടി പറയാൻ നിൽക്കാതെ വേഗം അകത്തേക്ക് പോയി. ലേഖയും കൊച്ചുമോനും എല്ലാം കേട്ട് വരാന്തയിൽ നിൽപ്പുണ്ട്. നന്ദിനിയോടൊപ്പം അവരും മുറിയിലേക്ക് കയറി. അച്ഛനെ കണ്ടോ ചേച്ചി? കണ്ടു. എല്ലാവരെയും ചോദിച്ചു. അച്ഛന് വലിയ സങ്കട. കുറച്ചു കരഞ്ഞു. ചെറിയമ്മ വാതിൽക്കൽ. നീ എന്താടി ഇന്നലെ വരാഞ്ഞത്? എവിടായിരുന്നു നിങ്ങൾ? സത്യം പറ. ചോദ്യവും പറച്ചിലും തല്ലും കഴിഞ്ഞല്ലോ. ഇനിയാണോ സത്യം അറിയേണ്ടത്? നന്ദിനി നീരസപ്പെട്ടു. ചെറിയമ്മയുടെ തോളിനു മുകളിൽ വാസവന്റെ തല. വീട്ടിലിരിക്കുന്നവർക്ക് വിവരം അറിയണ്ടേ? വിവരം അറിയുന്നത് ഇങ്ങനെയാണോ?
അയാളെ എന്തിനാ അപമാനിച്ചു വിട്ടത്? അയാൾ ആരാണെന്ന നിങ്ങളുടെ ധാരണ? രാജകുടുംബത്തിൽ പിറന്ന ചെറുപ്പക്കാരൻ, അച്ഛൻ്റെ ശിഷ്യൻ, പത്രപ്രവർത്തകൻ. അച്ഛനോടുള്ള സ്നേഹവും ആദരവും ഉണ്ടായതുകൊണ്ടാ കൊലപ്പുള്ളിയാണെന്നറിഞ്ഞിട്ടും ഇവിടെ വന്നത്. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാ, അല്ലാതെ ചിറ്റമ്മയും എന്നെയും ലേഖയും വ്യഭിചരിക്കാമെന്ന് വിചാരിച്ചല്ല. അങ്ങനെ വിചാരിച്ച് സഹായിക്കുന്നവർ ഇവിടെയുണ്ടല്ലോ. ഉണ്ടടി, വിചാരിക്കുക മാത്രമല്ല നടത്തുകയും ചെയ്യും. അന്തസ്സുള്ള ചെറുപ്പക്കാരനയാള്. ചിറ്റമ്മയ്ക്കറിയോ, ഹോട്ടലിൽ മുറിയെടുത്തെങ്കിൽ എനിക്ക് കിടക്കാൻ ഒറ്റയ്ക്കൊരു മുറിയാ തന്നത്. മുറി രണ്ടാണെങ്കിലും കിടപ്പ് ഒന്നിച്ചാകാമല്ലോ. വാസവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ആകാമായിരുന്നു, പക്ഷെ അയാളുടെ പേര് വാസവൻ എന്നല്ലാതെ പോയി. വാസവനാണിപ്പോൾ ലോകത്തിലേക്കും ദുഷ്ടൻ. പക്ഷെ നിനക്കൊക്കെ തിന്നാനും ഉടുക്കാനും കിടക്കാനും വേണമെങ്കിൽ ഈ വാസവനുണ്ടായേ പറ്റൂ, ഇല്ലേടി? ഞങ്ങളുടെ മാനമാണതിന് നിങ്ങൾ ഈടാക്കുന്ന വില. മാനം? കൊലപാതകിയുടെ മക്കൾക്ക് എവിടെയടി മാനം? നിനക്കൊക്കെ മാനമുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് കൊലക്കത്തി എടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നീയൊക്കെ രണ്ടും കെട്ട് ജീവിച്ചതിൻ്റെ ഫലമാ അയാൾ ഇന്ന് അനുഭവിക്കുന്നത്. അഴിച്ചുവിട്ടതുപോലെയുള്ള ജീവിതമല്ലായിരുന്നോ? ശാസിക്കാനും നിയന്ത്രിക്കാനുമുള്ളവന് വല്ല ഓണംകേറാൻ മൂലയിലുമുള്ള സ്കൂളിൽ വാദ്യാര് പണിയും. വാസവൻ അപ്പുറത്തെ മുറിയിലേക്ക് പോയി. ചെറിയമ്മ നന്ദിനിയുടെ അടുത്ത് ചെന്നിരുന്നു. എന്താ ഇന്നലെ വരാത്തത്? ബസ് കിട്ടിയില്ലേ? ഇല്ല, വഴിക്ക് റോഡ് തടയലോ സമരമോ ഉണ്ടായിരുന്നതുകൊണ്ട് ബസ്സൊന്നും ഈ ദിക്കിലേക്ക് പോരുന്നില്ലായിരുന്നു. നീ എന്തിനാ വാസവേട്ടനോട് വഴക്കിന് പോകുന്നത്? അയാളെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ നമുക്ക് പറ്റുമോ? അയാൾ എന്താ ചിറ്റമ്മേ ചെയ്തത്? ഗുരുഭക്തി കൊണ്ട് അച്ഛനോട് അല്പം കാരുണ്യം കാണിച്ച കുറ്റമല്ലേ ഹരിഹരൻ സാറ് ചെയ്തുള്ളൂ. വലിയൊരു സഹായമല്ലേ ചെയ്തത്? എന്നിട്ട് വാസവേട്ടൻ എന്താ ചെയ്തത്? അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് അപമാനിച്ചു. തല താഴ്ത്തിയല്ലേ ആ മനുഷ്യൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. വാസവേട്ടന് അങ്ങനെ പെരുമാറാനേ അറിയൂ. നീ അതെന്താ ഓർക്കാത്തത്? പെരുമാറാൻ അറിയാഞ്ഞിട്ടാണോ നമ്മളിങ്ങനെ വഴങ്ങിക്കൊടുത്തിട്ട്? എടി, അയാളുടെ ചോറ ഉണ്ണുന്നതെന്ന ഓർമ്മ എപ്പോഴും വേണം. ഉടുക്കുന്ന തുണി അയാൾ വാങ്ങിത്തന്നതാ. ഈ വീടും അയാളുടേതാണ്. ഇവിടെ കഴിഞ്ഞുകൂടണമെങ്കിൽ അയാളുടെ തെമ്മാടിത്തരമെല്ലാം സഹിച്ചേ പറ്റൂ. ചെറിയമ്മ മുറിവിട്ടിറങ്ങിപ്പോയി. മുറിയിൽ നന്ദിനിയും ലേഖയും കൊച്ചുമോനും മാത്രമായി. ഈ ജീവിതത്തേക്കാൾ ഭേദം ആത്മഹത്യ. നന്ദിനി മുഖം പൊത്തി കരഞ്ഞു. ലേഖ അരികത്തു വന്ന് അവളുടെ തോളിൽ കൈവച്ചു. നമുക്കാരും ഇല്ലാണ്ടു പോയല്ലോ ചേച്ചി, നമ്മുടെ വിധി. ആരും സഹായിക്കാനും വരില്ലല്ലോ. സഹായിക്കാൻ വരുന്നവരോട് ഇതല്ലേ പെരുമാറ്റം? ആരെങ്കിലും അടുക്കോ? ഇപ്പം തന്നെ ഉണ്ടായ വഴക്ക് അയലോക്കക്കാരെല്ലാം കേട്ടില്ലേ? പണ്ടേ അവർക്ക് നമ്മളോട് അവജ്ഞയ. നെറുകെട്ട കൂട്ടരാണെന്ന സംസാരം. അക്കൂടെ ഇന്നലെ ഞാൻ ആ സാറിൻ്റെ കൂടെ ഹോട്ടലിൽ താമസിച്ച കാര്യം കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ. ചേച്ചി വിഷമിക്കാതിരിക്കുക, ലേഖ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൊച്ചുമോൻ നിറകണ്ണുകളോടെ മുറിവിട്ടിറങ്ങിപ്പോയി. ഒരിക്കലും ഇതിൽ നിന്നൊരു മോചനമില്ലല്ലോ എന്നോർക്കുമ്പം. കൊച്ചുമോൻ ഒരാളോളം വളർന്നോട്ടെ ചേച്ചി, അതുവരെയുള്ളൂ ആ ദുഷ്ടൻ്റെ കളി. കൊച്ചുമോൻ അവനോട് കണക്ക് ചോദിച്ചോളും. നമുക്ക് അവനല്ലേ ഉള്ളൂ ഇനിയൊരു രക്ഷ. അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിക്കാം. കൊച്ചുമോന് ഇപ്പോൾ തന്നെ വാസവനെ കണ്ടുകൂടാ. അവൻ്റെ ഉള്ളിൽ അയാളോടുള്ള വെറുപ്പും വൈരാഗ്യവും വളരുന്നു. പക്ഷേ അവനൊരു പുരുഷനാകാൻ ഇനി എത്ര കാലം? നന്ദിനി ഓർത്തു. മനസമാധാനത്തിൻ്റെ ദിനരാത്രങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോ. ഇങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന് വിചാരിച്ചതാണോ? എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ ഓരോ വഴിത്തിരിവുണ്ടാകുന്നത്. എത്രയോ സന്തോഷകരമായി കഴിഞ്ഞിരുന്ന കുടുംബം, എന്തെല്ലാം മോഹങ്ങൾ! ആ കാലത്തിൻ്റെ ഓർമ്മയിൽ പോലും മനസ്സ് കുളിരുന്നു. മേഘങ്ങളും മിന്നലുമില്ലാതെ സദാ പ്രകാശമാനമായിരുന്ന സ്വച്ഛമായിരുന്ന ജീവിതത്തിൻ്റെ നീലാകാശത്തിലേക്ക് എത്ര പെട്ടെന്നാണ് കരിങ്കാറുകൾ കടന്നു വന്നത്. അന്നൊക്കെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പം എത്ര തെളിച്ചമുള്ളതായിരുന്നു. പഠിക്കാൻ വേണ്ടതിലധികം സാമർഥ്യം, അതിനുള്ള സാഹചര്യം, പഠിച്ചെത്താവുന്ന ഉയരങ്ങളും കണ്ടെത്തേണ്ട ജോലിയും തുടർന്നുണ്ടാവേണ്ട സംതൃപ്തമായ കുടുംബജീവിതവുമെല്ലാം മനഃപ്പാടമായിരുന്നു. അതിൻ്റെയെല്ലാം മേൽ എങ്ങനെയാണ് ഇടുത്തി വീണത്? ഓർത്താൽ നെഞ്ചു പൊട്ടുന്നതുപോലെ തോന്നും. സഹിക്കാൻ കഴിയുന്നില്ല. നന്ദിനി പുറം കൈകൊണ്ട് കണ്ണുനീർ തൂത്തു. അടുത്ത ദിവസം വെളിയിൽ പോയ വാസവൻ അട്ടഹസിച്ചുകൊണ്ടാണ് കയറി വന്നത്. ഇറങ്ങിച്ചെന്ന് നോക്കടി, മതിലേലും കലിങ്കയിലും നിന്റെയൊക്കെ ചരിത്രം എഴുതി വച്ചിരിക്കുന്നത്. എന്തിനാ ബഹളമുണ്ടാക്കുന്നേ? എന്തെഴുതി വച്ചെന്നാ? ചെറിയമ്മ ചോദിച്ചു. ചെന്നു വായിക്കടി. ആരാ എഴുതിയേ? നിന്റെയൊക്കെ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാര്. നന്ദിനി ലേഖയോടൊപ്പം വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോൾ കണ്ടു. അവിടെ ചുവരെഴുത്ത്. ഹരിഹരനും താനും ഹോട്ടൽ മുറിയിൽ താമസിച്ചതിനെ പരാമർശിച്ചാണ്. അതും അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ. തിരിച്ചു പോരുമ്പോൾ കലിങ്കിൽ
തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കൂട്ടം. കേൾക്കാവുന്ന ദൂരത്തിലെത്തിയപ്പോഴേ കമന്റ് കേട്ടു. ഇത്രയും നാളും മറ്റവന്റെ കുത്തകയായിരുന്നു. ഇപ്പോൾ വെളിയിലും ബിസിനസ് തുടങ്ങി. ഹോട്ടലിലും ലോഡ്ജിലുമൊക്കെയായി ഇപ്പോൾ കച്ചവടം. അതും മറുനാട്ടുകാരുമായിട്ട്. അതെന്താ, നമ്മൾ കാശ് കൊടുക്കുകയല്ലേ? മറുനാട്ടുകാരോട് മാത്രമെന്താ ഇത്ര മമത? അവർക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് വല്ലതുമുണ്ടോ? തീക്കനലുകളുടെ മുകളിൽ കൂടിയാണ് നടക്കുന്നതെന്ന് നന്ദിനിക്ക് തോന്നി. കലുങ്ക് കടന്നപ്പോൾ പിന്നിൽ നിന്ന് ചോദ്യം, എത്രയാ റേറ്റ്? ഞങ്ങൾക്ക് താങ്ങാനാവുന്നതാണോ? നമ്മളെങ്ങാനും ഒന്ന് ചൂളമടിച്ചാൽ എന്തായിരുന്നു നോട്ടം? ദഹിപ്പിക്കലല്ലായിരുന്നോ? ഇപ്പോൾ വാലുമടക്കിയോ? റേറ്റൊന്ന് പറഞ്ഞിട്ട് പോണേ. പിരിവെടുത്താലും കാശ് ഞങ്ങൾ ഒപ്പിച്ചു തരാം. ലേഖ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. നിന്റെയൊക്കെ പെങ്ങന്മാരോട് പോയി ചോദിക്കടാ. അതേ റേറ്റ് തന്നെയാ ഞങ്ങളുടേതും. വാടിയിവിടെ. നന്ദിനി ലേഖയുടെ കൈക്ക് പിടിച്ചു വലിച്ചു. കലിങ്കിൽ നിന്ന് പ്രതികരണമുണ്ടായില്ല. വീട്ടിൽ ചെന്നപാടെ നന്ദിനി പായൽ വീണ് കരച്ചിൽ തുടങ്ങി. ചെറിയമ്മ വന്ന കാര്യം ചോദിച്ചു. എനിക്ക് ചത്താ മതി, ജീവിക്കേണ്ട, ഒട്ടും ജീവിക്കേണ്ട. അവൾ കൈ ചുരുട്ടി തറയിലിട്ടടിച്ചുകൊണ്ട് പുലമ്പി. അധ്യായം 5. ഹരിഹരൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തയുടൻ കല്യാണി ഓടിവന്ന് കയറി. അങ്കിൾ, എന്നെ കൂടി കൊണ്ടുപോകണം. വിലാസിനി പുറകെ ഓടി വരുന്നുണ്ട്. അവളെ കുതിറിച്ചിട്ടാണ് കല്യാണിയുടെ വരവ്. ഞാൻ എവിടെ പോവുകയാണെന്നാ നിന്റെ വിചാരം? ഹരിഹരൻ ചോദിച്ചു. അങ്കിൾ എവിടെ പോയാലും എന്നെയും കൊണ്ടുപോകണം. കല്യാണി കൊഞ്ചി. ഇവിടെ ഇറങ്ങി വാ കല്യാണി. വെറുതെ അടികൊള്ളണ്ടെങ്കിൽ താഴെ ഇറങ്ങ. വിലാസിനി ശാസിച്ചു. ഞാൻ അങ്കിളിൻ്റെ കൂടെ വന്നേക്കാം മമ്മി. ഹരിക്കുട്ട, അവളെ കൊണ്ടുപോകണ്ട. പെണ്ണിന് വയസ്സ് 4 ആയുള്ളൂ. ഇപ്പം തന്നെ ലോകം ചുറ്റണമെന്ന മോഹം. അത് കൊള്ളില്ല. ഞാനും കല്യാണിയും കൂടി ടൗണിലൊന്ന് ചുറ്റിയിട്ട് വരാം. അവൾ ഏതായാലും കയറിപ്പോയില്ലേ? ഹരിഹരൻ ബൈക്ക് മുന്നോട്ടെടുത്തു. കല്യാണി മുൻപിൽ വലിയ ഉല്ലാസത്തോടെ കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്നു. ടൗണിലെത്തിയിട്ട് ഹരിഹരൻ സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോകൾ വാങ്ങി. മടങ്ങാൻ ഭാവിക്കുമ്പോൾ കല്യാണിക്ക് ഐസ്ക്രീം കൂടിയേ തീരൂ. സ്നാക്ക് ബാറിന് മുൻപിൽ ബൈക്ക് നിർത്തി ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് കല്യാണിയെ കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് ഹരിഹരൻ അവൾക്കരികിൽ നിന്നു. അപ്പോഴാണ് കൃഷ്ണനുണ്ണി സ്റ്റാളിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടത്. ഹരിഹരൻ കാണും മുൻപേ കൃഷ്ണനുണ്ണി ഹരിഹരനെ കണ്ടിരുന്നു. പത്രത്തിന്റെ അഡ്വർടൈസിംഗ് മാനേജറാണ് കൃഷ്ണനുണ്ണി. കണ്ടാൽ ആജാനുബാഹു. പക്ഷേ ചിരിയും സംഭാഷണവും ശിശുക്കളുടേതുപോലെ. 35 വയസ്സ് പ്രായം. പ്രായത്തിൽ കവിഞ്ഞ ഇരുത്തം. ഹരിഹരൻ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നപ്പോൾ മുതൽ കൃഷ്ണനുണ്ണിയുമായി നല്ല ചങ്ങാത്തം തുടർന്നു പോരുകയാണ്. ആദ്യകാലത്ത് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം കൃഷ്ണനുണ്ണിയാണ് ഹരിഹരന് നൽകിയത്. ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനം നൽകി ഹരിഹരൻ അയാളെ ബഹുമാനിച്ചിരുന്നു. കൃഷ്ണനുണ്ണി വന്ന് ഹരിഹരന്റെ തോളിൽ തട്ടി. എന്താ ഇവിടെ? കല്യാണിയും കൂട്ടി ഒന്ന് കറങ്ങാനിറങ്ങി. കല്യാണി എവിടെ? കസേരയിൽ പറ്റിച്ചേർന്നിരിക്കുകയായിരുന്ന കല്യാണി എത്തിനോക്കി. ആരാ അങ്കിൾ? അവൾ ഒഴിഞ്ഞ കപ്പ് ടേബിളിൽ വെച്ചിട്ട് എഴുന്നേറ്റു. ഇതാണ് ഞാൻ പറയാറുള്ള കൃഷ്ണനുണ്ണി അങ്കിൾ. കല്യാണിയെക്കുറിച്ചും ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. ഹരിഹരന്റെ ഹീറോയിനല്ലേ? കൃഷ്ണനുണ്ണി ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തലോടി. കല്യാണി അയാളെ അടിമുടി നോക്കി. എന്നിട്ട് ഹരിയെ തോണ്ടി തല താഴ്ത്തിപ്പിടിച്ച് പതുക്കെ പറഞ്ഞു, വലിയ മനുഷ്യനാ അല്ലേ? ഹരിഹരനേക്കാൾ മുൻപേ കൃഷ്ണനുണ്ണിയാണ് പൊട്ടിച്ചിരിച്ചത്. മിടുക്കി. കൃഷ്ണനുണ്ണി അവളുടെ കവിളിൽ തട്ടി. ഹരിയുടെ ലേഖന പരമ്പര എന്നാണ് തുടങ്ങുക? ഞാനത് തയ്യാറാക്കുന്നതേയുള്ളൂ. പരസ്യം കൊടുത്തു തുടങ്ങിയല്ലോ. വലിയ താമസമില്ല. കലക്കണം, കേട്ടല്ലോ. നന്നാക്കണമെന്നാണ് പ്രതീക്ഷ. ഞാൻ പോകട്ടെ. കൃഷ്ണനുണ്ണി കാറിനടുത്തേക്ക് നീങ്ങാനൊരുങ്ങി. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഹരിഹരൻ പുറകിൽ നിന്ന് തെല്ല് സംശയിച്ചു പറഞ്ഞു. കൃഷ്ണനുണ്ണി തിരിഞ്ഞു. എന്താ ഹരി? ഇപ്പോൾ വേണ്ട, പിന്നീട് പറയാം. ഓക്കെ, ഒരു ദിവസം വീട്ടിലേക്ക് വരൂ. അമ്മ ഇന്നും ഹരിയെ അന്വേഷിച്ചു. കാണാറില്ലല്ലോ എന്ന്. ഞാൻ വരാം. കല്യാണിക്കുട്ടിയേയും കൂട്ടിക്കോ. അമ്മയ്ക്ക് കുട്ടികളെ ഇഷ്ടമാണ്. ശരി. കൃഷ്ണനുണ്ണി പോയി. നമുക്ക് പോകാം അങ്കിൾ. പോയേക്കാം. ഹരിഹരൻ കല്യാണിക്കുട്ടിയെയും കയറ്റി വീട്ടിലെത്തി. വീട്ടിൽ ചെന്നയുടൻ ലേഖനത്തിന് വേണ്ടുന്ന കളക്ഷൻസ് എടുത്തുവെച്ച് പണി തുടങ്ങി. താമസിയാതെ കൃഷ്ണനുണ്ണിയെ ചെന്ന് കാണണമെന്ന് അയാൾ ഉറച്ചു. മുകുന്ദൻ മാസ്റ്റർക്ക് വേണ്ടിയുള്ള ദയാഹർജി ഡ്രാഫ്റ്റ് ചെയ്യിക്കണം. കൃഷ്ണനുണ്ണി നിയമബിരുദം നേടിയവനാണ്. കുറേ കാലം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റിനുള്ള ദയാഹർജിയാവുമ്പോൾ നിയമത്തെക്കാളേറെ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കൃഷ്ണനുണ്ണിക്ക് അറിയൂ. മുകുന്ദൻ മാസ്റ്ററെ കൊലമരത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും തനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. തകർന്നുപോയ ആ കുടുംബം,
മുകുന്ദൻ മാസ്റ്ററുടെ ഫോട്ടോ, പിന്നെ നന്ദിനിയുടെ നിസ്സഹായത നിറഞ്ഞ മുഖം. ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞ ആ രാത്രി അയാൾ ഓർത്തു. പാവം പെൺകുട്ടി, അവൾക്കാരുണ്ട്? ദുഃഖത്തിൻ്റെ മുൾക്കിരീടങ്ങളല്ലേ അവൾക്കുള്ള ആഭരണം. കണ്ണീർ വീണ് നനഞ്ഞ ആ മുഖം, അത് മനസ്സിൽ നിന്ന് മായുന്നില്ല. നനഞ്ഞു കുതിർന്ന ആ സ്വരവും തേങ്ങലുകളും ആഴമുള്ള നൊമ്പരങ്ങളായി ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുന്നു. അവളെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക? മുകുന്ദൻ മാസ്റ്ററെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കുടുംബം അതോടൊപ്പം രക്ഷപ്പെട്ടേക്കും. നന്ദിനിയെ ഒരിക്കൽ കൂടി കാണാൻ. നിരാശയുടെ ഇരുട്ട് നിറഞ്ഞ അവളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു രശ്മി പതിപ്പിക്കാൻ ഒരാഗ്രഹം. പക്ഷേ അവിടെ പോകുന്നതിനു മുൻപ് 2 വട്ടം ആലോചിക്കണം. വാസവന്റെ വീടാണത്. അപമാനിതനായിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. ആ ഓർമ്മയെ അവഗണിക്കാം. എന്തായാലും ഒരു തവണ കൂടി പോകണം. എന്തിനെന്ന് അറിഞ്ഞുകൂടാ. ഒരു കാരണം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നന്ദിനിയുടെ ഫോട്ടോയിൽ തന്നെ ഹരിഹരൻ കണ്ണു നട്ടു. അയാളുടെ ഉള്ളിൽ അലിവ് കിനിഞ്ഞു. എനിക്കാവുന്നിടത്തോളം നിന്നെ ഞാൻ സഹായിക്കാം, അയാൾ മനസ്സുകൊണ്ട് മന്ത്രിച്ചു. പിറ്റേന്ന് പത്രം ഓഫീസിൽ ചെന്നപ്പോൾ പ്യൂൺ ഒരു കത്ത് കൊണ്ടുവന്ന് ഹരിഹരനെ ഏൽപ്പിച്ചു. പരിചയമില്ലാത്ത കൈപ്പട. ഹരിഹരൻ ഇല്ലൻ്റ് തുറന്നു നോക്കി. സ്നേഹമുള്ള ഹരിഹരൻ സാറിന്. ഞാൻ മുൻപ് അച്ഛന് മാത്രമേ കത്തെഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ സാറിന് എഴുതുന്നു. ഒരു ക്ഷമാപണക്കുറിപ്പ്. ഞങ്ങളെ സഹായിക്കാൻ തുനിഞ്ഞതിന് അങ്ങേക്ക് കിട്ടിയ പ്രതിഫലം അപമാനമാണല്ലോ. വാസുപേട്ടൻ്റെ മോശമായ പെരുമാറ്റത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെക്കുറിച്ച് മോശമായി ഓർമ്മിക്കല്ലേ എന്ന അപേക്ഷയോടെ നന്ദിനി. താഴെ ഒരു വാക്യം കൂടി. ക്ഷമാപണക്കുറിപ്പെഴുതാൻ വൈകിയതിന് മാപ്പ്. ഒരു ഇല്ലൻറ്റിൻ്റെ വില ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. 2 രൂപ എനിക്കിന്ന് ആശിക്കാനരുതാത്ത തുകയാണ്. കത്ത് വായിച്ച് ഹരിഹരൻ വല്ലാതായി. അയാൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. 2 രൂപ വിലയുള്ള ഒരു തുണ്ട് കടലാസ്. എങ്കിലും അതിനു പിന്നിലെ മനസ്സിന് വലിയ വിലയുണ്ടെന്ന് അയാൾ കണ്ടു. എളിമയും വിനയവും പക്വതയുമുള്ള ഒരു മനസ്സ്. ഈ കുറിപ്പെഴുതി അയക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി അവൾ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഹരിഹരൻ അന്ന് വൈകുന്നേരം തന്നെ കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ പോയി. അമ്മയ്ക്ക് കണ്ടപ്പോൾ തന്നെ പരിഭവം. കൊച്ചു തമ്പുരാന് വലിയ തിരക്കായോ? ഇതുവഴി വന്നിട്ട് കുറേ ദിവസങ്ങളായല്ലോ. ഞാൻ യാത്രയിലായിരുന്നു അമ്മേ. എവിടെയായിരുന്നു? പല സ്ഥലങ്ങളിൽ പോയി. ലേഖനം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇന്നോ നാളെയോ വരുമെന്ന് ഉണ്ണി പറഞ്ഞിരുന്നു. അമ്മ വേഗം ചായ എടുക്ക്. ഏലക്കാത്തരിയിടാൻ മറക്കല്ലേ. അമ്മ ചിരിച്ചുകൊണ്ട് ചായ എടുക്കാൻ പോയി. എന്നിട്ട് പറയൂ, തനിക്കെന്താ എന്നോട് പറയാനുള്ളത്? കൃഷ്ണനുണ്ണി സോഫയിലിരുന്നിട്ട് ചോദിച്ചു. ഹരിഹരൻ മുകുന്ദൻ മാസ്റ്ററെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. കൃഷ്ണനുണ്ണി താൽപ്പര്യത്തോടെ മൂളിക്കേട്ടു. ഒടുവിൽ ഹരിഹരൻ ഇങ്ങനെ നിർത്തി. മുകുന്ദൻ മാസ്റ്ററെ രക്ഷിക്കണമെന്ന ഒരാഗ്രഹം. ഇനി പ്രസിഡന്റിനുള്ള ദയാഹർജിയാണ് ഒരേയൊരു വഴി. സാറ് അത് ഡ്രാഫ്റ്റ് ചെയ്തു തരണം. ഹരിഹരൻ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? ഞാൻ പറഞ്ഞല്ലോ, മാസ്റ്റർ എൻ്റെ ഗുരുനാഥനായിരുന്നു. നന്ദിനിയുടെ കാര്യത്തിലെന്താ ഒരു സോഫ്റ്റ് ടച്ച്? സർ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേടോ. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാം. താങ്ക്സ്. ആ ജീവന് വളരെ വിലയുണ്ട്. ഒരു കുടുംബം തകരുന്നത് ഒഴിവാക്കാൻ അതിന് കഴിഞ്ഞേക്കും. കൃഷ്ണനുണ്ണി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദയാഹർജി ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തു. ഇനി മുകുന്ദൻ മാസ്റ്ററെ ചെന്ന് കാണണം. അതിനുശേഷം നന്ദിനിയെയും. നന്ദിനിയെ എന്തിനാണ് കാണുന്നത്? അറിഞ്ഞുകൂടാ. പ്രസിഡന്റിന് സമർപ്പിക്കാൻ പോകുന്ന ദയാഹർജിയെക്കുറിച്ച് പറയാം. ധൈര്യത്തോടെ ഇരിക്കണമെന്ന് ഉപദേശിക്കാം. പിന്നെ കാണണം. അതൊരു മോഹമായിരുന്നു. പത്രം ഓഫീസിൽ നിന്നും ഹരിഹരൻ അവധി വാങ്ങി. ലേഖനത്തിന് കുറച്ച് ഫോട്ടോകൾ കൂടി കളക്ട് ചെയ്യാനുണ്ടെന്ന് ജയചന്ദ്രൻ സാറിനോട് കള്ളം പറഞ്ഞു. വീട്ടിലും ആ പല്ലവി തന്നെ ആവർത്തിച്ചു. അടുത്ത ദിവസം തന്നെ ഹരിഹരൻ ബൈക്കിൽ യാത്രയായി. നന്ദിനി വരാന്ത തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുറ്റത്ത് കാൽപ്പെരുമാറ്റം കേട്ടത്. മുഖമുയർത്തി നോക്കുമ്പോൾ ഹരിഹരൻ സാർ. നന്ദിനി ആശ്ചര്യപ്പെട്ടുപോയി. ചൂൽ താഴെ വെച്ചിട്ട് അവൾ മുറിക്കകത്തേക്ക് പോകുവാൻ ഒരുങ്ങി. പെട്ടെന്ന് അത് ശരിയല്ലെന്ന് തോന്നി തിരിച്ചു വന്നു. ആകെ മുഷിഞ്ഞു കീറിയ വേഷത്തിൽ അയാളുടെ മുൻപിൽ നിൽക്കാൻ അവൾക്ക് കുറച്ചിൽ തോന്നി. കയറിയിരിക്കൂ. അവൾ സൗമ്യമായി ക്ഷണിച്ചു. വാസവനില്ലേ ഇവിടെ? എങ്ങാണ്ട് പോയിരിക്കുക. ഉടനെ വരുമോ? ഇല്ല, രാത്രിയാകും. ഹാവു, പുളിച്ച തെറി പേടിച്ച ഈ മുറ്റത്തോട്ട് കാൽ വെച്ചത്. സാർ ബസ്സിനാ വന്നത്? അല്ല, ബൈക്കിൽ. എന്നിട്ടതെവിടെ? താഴെ റോഡരികിൽ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും വല്ല കുരുത്തക്കേടും കാണിക്കുവോ? ഓ, എന്തു കാണിക്കാൻ? വല്ല കാറ്റഴിച്ചു വിടുകയോ മറ്റോ? സാറിരിക്കെ, ഞാൻ കൊച്ചുമോനോട് പറയാം നോക്കണമെന്ന്. ഹരിഹരൻ കയറിയിരുന്നു. നന്ദിനി അകത്തു വന്ന് കൊച്ചുമോനെ വഴിയിലേക്ക് പറഞ്ഞയച്ചു.
മുഖം നന്നായി കഴുകി തുടച്ചു. താറുമാറായി കിടന്ന മുടി മാടിയൊതുക്കി. പാവാട ഒന്ന് തട്ടിക്കുടിഞ്ഞ് നേരെയാക്കി. ചായയ്ക്ക് വെള്ളമെടുത്ത് അടുപ്പിൽ വെച്ചു. തിരികെ വരാന്തയിൽ വന്നു. ഹരിഹരൻ ഭിത്തിയിലെ കലണ്ടറുകളും ഫോട്ടോകളും നോക്കുകയാണ്. നന്ദിനിയുടെ ചെറിയമ്മയും അനുജത്തിയുമൊക്കെ എവിടെ? ലേഖ ടൈപ്പ് പഠിക്കാൻ പോയി. ചെറിയമ്മയും വാസുവേട്ടനും കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നന്ദിനി തനിച്ചേ ഉള്ളൂ ഇവിടെ. അതെ, നന്നായി. സൗകര്യമായിട്ട് സംസാരിക്കാമല്ലോ. ഞാനൊരു കത്തയച്ചിരുന്നു. നന്ദിനി ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. കിട്ടി. സാറിനെ കണ്ട് മാപ്പ് പറയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാ. നന്ദിനി എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും എന്നെ സഹായിക്കാൻ ശ്രമിച്ചതുകൊണ്ടല്ലേ ആ അപമാനം ഉണ്ടായത്. നന്ദിനിയെ സഹായിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടാകുന്ന എല്ലാ അപമാനവും എനിക്ക് സഹിക്കാൻ കഴിയും. ഞാൻ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നന്ദിനി മുഖം കുനിച്ച് എന്തോ ഓർത്തുനിന്നു. പിന്നെ പറഞ്ഞു, ഞങ്ങളൊക്കെ സൽപ്പേര് നശിച്ചവരാണ് സാർ. ചീത്ത മനുഷ്യരായി ഞങ്ങളെ മുദ്രകുത്തിക്കഴിഞ്ഞു. നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ അവർക്കിടയിൽ ചീഞ്ഞു നാറുന്ന മാലിന്യങ്ങളാണ് ഞങ്ങൾ. സത്യം അതല്ലല്ലോ, ആണോ? സത്യം ആർക്കറിയണം? എനിക്ക് നന്ദിനിയെ ശരിക്കും മനസ്സിലായി. ഹോട്ടലിലെ ആ രാത്രി ജീവിതത്തിലൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. എനിക്കത് ഇന്നൊരു പേടിസ്വപ്നമായി തീർന്നിരിക്കുന്നു. അതെന്താ? വാസവേട്ടൻ കണ്ടവരോടെല്ലാം പറഞ്ഞു. ഞാൻ അന്യനൊരുത്തൻ്റെ കൂടെ ഹോട്ടലിൽ ചെന്ന് വ്യഭിചരിച്ചെന്ന്. നാട്ടുകാരത് ചുവരെഴുത്താക്കി. പുറത്തേക്കിറങ്ങിയാൽ വൃത്തികെട്ട കമൻറ്റുകളെ കേൾക്കാനുള്ളൂ. ഓഹോ, അത്രയ്ക്കായോ? തീർന്നില്ല. വാസവേട്ടനറിയാം സത്യം എന്താണെന്ന്. പക്ഷേ ഞാൻ പിഴച്ചെന്ന് മുദ്ര കുത്തിയാലല്ലേ അയാൾക്ക് പഴുതുള്ളൂ. ആ പേരും പറഞ്ഞാണ് ഇപ്പോൾ ശല്യപ്പെടുത്തൽ. ഞാൻ കാരണം നന്ദിനിക്ക് അങ്ങനെയൊരു വിഷമവും കൂടി അല്ലേ? എനിക്കിതെല്ലാം വിധിച്ചിട്ടുള്ളതാണ്. സാറിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. സാർ ഈ വീടിനെ മറന്നേക്കുക. ലോകത്ത് ഇങ്ങനെയൊന്നില്ലെന്ന് വിചാരിച്ചാൽ മതി. സാർ ഇവിടെ വരുന്നതും പോകുന്നതും അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണെന്ന് എനിക്കല്ലേ അറിയൂ. പക്ഷേ സാറിന് എന്നും അപമാനമേ ഉണ്ടാകൂ. ഞാനത് കാര്യമാക്കുന്നില്ല. ഞാൻ ചായ എടുക്കട്ടെ? നന്ദിനി അടുക്കളയിൽ പോയി നിമിഷങ്ങൾക്കകം ആവി പറക്കുന്ന ചായയുമായി വന്നു. ചവർപ്പ് കാണും. ഞങ്ങൾക്കത് പരിചയമായി. ഞങ്ങൾക്ക് ജീവിതം തന്നെ കയ്പല്ലേ. ഹരിഹരൻ ഗ്ലാസ് വാങ്ങി ഊതിക്കുടിച്ചു. നേരാണ്, ചവർപ്പുണ്ട്. കട്ടൻ ചായ ആദ്യമായി കുടിക്കുകയാണ്. പാൽ തിളപ്പിച്ച് ഹോർലിക്സ് ചേർത്ത് കൊഴുപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് നിർബന്ധിച്ച് തരുമ്പോൾ ഗ്ലാസ് തട്ടിക്കളയുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് പാലിൻ്റെ നിറം പോലും കുട്ടിക്കാലത്തെ മധുരസ്വപ്നമാണ്. ഹരിഹരൻ വല്ലായ്മയോടെ അവളെ നോക്കി. സാറെന്താ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നന്ദിനിയെ ഒന്ന് കാണണമെന്ന് തോന്നി. ഉടൻ പോന്നു. അവൾ പരിഭ്രമിച്ച് അയാളെ നോക്കി. പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി. ഞാനാരാ? പഴയ ഗുരുവിൻ്റെ ശാപം കിട്ടിയ മകൾ അല്ലേ? ഞാൻ അങ്ങനെയല്ല നന്ദിനിയെ ഓർക്കുക. ഒരു വലിയ കണ്ണീർ തുള്ളിക്കുള്ളിൽ കുടുങ്ങിപ്പോയ മനോഹരമായ സ്വപ്നം പോലെ. ഓർത്തപ്പോഴെല്ലാം നന്ദിനിയുടെ ചിത്രം അങ്ങനെയാണെൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. നന്ദിനി മിഴികൾ ഉയർത്തി ഒരിക്കൽ കൂടി അയാളെ നോക്കി. ആ നോട്ടത്തിൽ പരിഭ്രമം പിടയുന്നത് അയാൾ കണ്ടു. മുകുന്ദൻ മാസ്റ്ററെ കണ്ടതും നന്ദിനിയുമായുള്ള കൂടിക്കാഴ്ചയും ഞാൻ എല്ലാ ദിവസവും ഓർത്തു. അതെന്നെ ഹോണ്ട് ചെയ്യുകയായിരുന്നു. എന്താണെന്നറിഞ്ഞുകൂടാ. ഞാനുമായി വളരെ അടുപ്പമുള്ള സംഗതികളാണ് അതെന്ന് എനിക്ക് തോന്നി. നന്ദിനി മുഖം കുനിച്ചു. നിശബ്ദമായ നിമിഷങ്ങൾ. ഒടുവിൽ ഹരിഹരൻ തന്നെ മൗനം മുറിച്ചു. മുകുന്ദൻ മാസ്റ്റർക്കു വേണ്ടി ഞാൻ ദയാഹർജി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം. ചിലപ്പോൾ മാസ്റ്റർ രക്ഷപ്പെട്ടേക്കും. വെറുതെ എന്തിനാ? അച്ഛന് മരണമായി ഇനി തുണ. നന്ദിനി, ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകാത്ത മനുഷ്യരുണ്ടോ? ഒരിക്കലെങ്കിലും മരണം കൊതിക്കാത്തവരുണ്ടോ? അവരൊക്കെ പശ്ചാത്തപിച്ച് നല്ല ജീവിതം നയിക്കുന്നില്ലേ? നന്ദിനിയുടെ അച്ഛന് വേദനകളുണ്ടായി, അപമാനങ്ങളുണ്ടായി. അതിൻ്റെ മൂർധന്യതയിലാണ്. മരണമാണ് ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്നു തോന്നും. പക്ഷെ നിരാശയുടെ അടിത്തട്ടിൽ നിന്നാണ് പലപ്പോഴും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നത്. അച്ഛനെക്കൊണ്ട് വിലപിക്കാനല്ലാതെ ഇനി എന്തിനു കൊള്ളാം? അച്ഛനെക്കൊണ്ട് ഒന്നും മാത്രം മതി. നിങ്ങളുടെ നന്മ കൊതിക്കുന്ന ഒരു നാഥൻ നിങ്ങൾക്കുണ്ട് എന്ന ആശ്വാസം നൽകാൻ കഴിയുമല്ലോ. ജീവിതം എങ്ങനെയെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു രക്ഷാബോധമാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. നന്ദിനി നവപ്രതീക്ഷയോടും ആത്മവിശ്വാസത്തോടും മുൻപോട്ടു പോകുമെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായമെല്ലാം ഞാൻ ഉറപ്പു തരുന്നു. എത്രയായാലും തകർന്ന ഹൃദയം ഒട്ടിച്ചേർക്കാൻ പറ്റുമോ? ആരുടെ ഹൃദയം തകർന്നു? അച്ഛൻ്റെയോ? അദ്ദേഹത്തിൻ്റെ 3 മക്കളും പിഴ പറ്റാതെ ജീവിക്കുന്നില്ലേ? പിന്നെ ഭാര്യ. അതിൻ്റെ പശ്ചാത്തലം ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുമുള്ള ഹൃദയവിശാലത
മുകുന്ദൻ മാസ്റ്റർക്കുണ്ടെങ്കിൽ തകർന്നതെല്ലാം ഒട്ടിച്ചു ചേർക്കാവുന്നതേയുള്ളൂ. സാറിനറിയാഞ്ഞിട്ടാ ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട്. ഓരോ രാത്രിയിലും പേടിച്ചാണ് ഉറങ്ങുന്നത്. എന്തിന്? ഇവിടെ വാസവൻ മാത്രമല്ലല്ലോ, വേറെയും മനുഷ്യരില്ലേ? ചെറിയമ്മയായിരുന്നു ഒരാശ്രയം. വാസവേട്ടനെ ശാസിക്കുന്നതും പിന്തിരിപ്പിക്കുന്നതുമൊക്കെ ചെറിയമ്മയായിരുന്നു. ഇപ്പോൾ ചെറിയമ്മയും മടുത്തതുപോലെയായി. ചെറിയ പിടിവലിയൊക്കെ ഉണ്ടായാലും അവർ തിരിഞ്ഞു നോക്കുകയില്ല. ആരായാലും മടുത്തുപോകും. ലേഖയും കൊച്ചുമോനുമില്ലേ? എന്നോട് മാത്രമല്ലല്ലോ ശാഠ്യം, ലേഖയോടുമുണ്ട്. കൊച്ചുമോൻ ശബ്ദിച്ചാൽ അടിച്ചിരുത്തും. ആരോടാ പറയുക? ആരാ ഒരു തുണ? നന്ദിനിയുടെ ചുണ്ടുകൾ വിറച്ചു. നിസ്സഹായതയും തളർച്ചയും കൊണ്ട് മുഖം കുറെ കൂടി വിളറി. ഓരോ രാത്രിയും ഓരോ പേടി സ്വപ്നമാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആരും അറിയുന്നില്ല. ഉണ്ണുന്ന ചോറിനും ഉടുക്കുന്ന തുണിക്കും കിടക്കുന്ന ഇടത്തിനും അയാൾ വാടക ഈടാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്നാണ്. ഞങ്ങൾ എവിടെ പോകും? എങ്ങനെ തന്നെത്താൻ രക്ഷിക്കും? പെട്ടെന്നവൾ വിങ്ങിപ്പിടഞ്ഞു കരഞ്ഞു. പ്രാണൻ പോകുന്ന വേദന അനുഭവിക്കുന്നതുപോലെ. ഹരിഹരന് ഹൃദയം ഉരുകുകയാണെന്ന് തോന്നി. ആദ്യം അമ്പരപ്പായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നോ ചെയ്യുന്നതെന്നോ ബോധമില്ല. കരയാതിരിക്കൂ, ഇത് മോശമല്ലേ? ഞാനിവിടെ അടുത്തില്ലേ? പിന്നെയും അയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഹൃദയം പ്രക്ഷുബ്ധമായിരുന്നു. അതിനുള്ളിൽ എന്തെല്ലാമോ ഇരമ്പി. അയാൾ എഴുന്നേറ്റ് നന്ദിനിയുടെ തൊട്ടുമുൻപിൽ ചെന്നു നിന്നു. നന്ദിനി, ഈ ദുഃഖം അവസാനിക്കുമെന്ന് കരുത്. ഇത് അവസാനിക്കും സർ. ഈ ദുഃഖവും ജീവിതവുമെല്ലാം എല്ലാ രാത്രികളിലും കൂരിരട്ടത്ത് തപ്പിത്തടഞ്ഞു വരുന്ന കൈകളോട് പൊരുതാനുള്ള കരുത്ത് ഇല്ലാതാകുന്ന ദിവസം എല്ലാം തീരും. ഇല്ല നന്ദിനി, അങ്ങനെയൊരു ദിവസമില്ല. അയാൾ അവളുടെ നെറ്റിയിൽ തലോടി. അവളുടെ കവിളുകളിലെ കണ്ണീർ ചാലുകൾ തുടച്ചു. അവൾ തളർന്നു തേങ്ങി. അങ്ങനെയൊരു സാന്ത്വനം ജീവിതത്തിൽ ആദ്യത്തേതായിരുന്നു. ഹരിഹരൻ അവളെ തന്നോട് ചേർത്തു. നെഞ്ചിൽ കണ്ണീരിൻ്റെ നനവ്. ഇപ്പോൾ കരച്ചിലില്ല, തേങ്ങലില്ല, ശ്വാസം പോലുമില്ല. എല്ലാം അടക്കിപ്പിടിച്ചിരിക്കുകയാണെന്ന് തോന്നി. അവളുടെ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഏതാനും നിമിഷത്തേക്ക് മാത്രം. വീണ്ടും ഇരട്ടി ശക്തിയിൽ കരച്ചിൽ പൊട്ടി. ഹരിഹരൻ അവളുടെ വിതുമ്പി വിറയ്ക്കുന്ന മുഖം മെല്ലെ പിടിച്ചുയർത്തി. കരയരുതെന്ന് നിഷേധാർത്ഥത്തിൽ ശിരസനക്കി ആംഗ്യം കാട്ടി. ദൗർബല്യത്തിൻ്റെ ഉച്ചകോടിയിൽ അയാൾ അവളുടെ തൂന്നെറ്റിയിലും കണ്ണുകളിലും ഉമ്മ വയ്ക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയാമായിരുന്നില്ല. അടുത്ത ഭാഗം നാളെ.